السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ബഹുമാനമുള്ള സാദാത്യങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, പരിശുദ്ധമായ ഈ മജ്ലിസിൽ സംഗമിച്ചിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രചാരകരും പ്രവർത്തകരുമായിട്ടുള്ള സഹപ്രവർത്തകര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മാറ്റത്തിരുത്തലുകളും മാറ്റുകൾ മറിക്കലുകളുമില്ലാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മതമാണ്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ദീനെത്തിയിട്ടുള്ള നാടാണ് നമ്മളുടെ ഈ നാട്. അവസാനത്തെ അറഫയിൽ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഈ ദീൻ സമ്പൂർണമാക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇനിയൊരു പ്രവാചകന്റെ വരവില്ല, ഇനിയൊരു ഗ്രന്ഥത്തിന്റെ വരവില്ല, ലാ റസൂല ബഅദി വലാ നബിയ, ഞാൻ അവസാനത്തെ പ്രവാചകരാണ്, ഇനി പരിശുദ്ധ ഖുർആനിന് ശേഷം മറ്റൊരു ഗ്രന്ഥത്തിന്റെ അവതരണമില്ല, അള്ളാഹുവിന്റെ ദീനിൽ ചേർത്തിട്ടുള്ള നിയമങ്ങൾ മാറ്റിമറിക്കാനോ പുതിയ നിയമങ്ങൾ ചേർക്കാനോ ഈ പരിശുദ്ധമായ മതത്തിലില്ല. ഇങ്ങനെ സമ്പൂർണമായ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദീൻ അത് സംരക്ഷിക്കാനും ഖിയാമത്ത് നാൾ വരെ കൊണ്ടു നടക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമൂഹത്തെ അള്ളാഹു ലോകത്തേക്ക് പടച്ചിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഈ ലോകത്ത് ഒരുപാട് വിഭാഗക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ പേരിൽ തന്നെ ഒരുപാട് വിഭാഗം ആളുകൾ ഈ മണ്ണിൽ വന്നിട്ടുണ്ട്. റാഫിളിയാക്കൾ വന്നിട്ടുണ്ട്, മുഅ്തസിലിയാക്കൾ വന്നിട്ടുണ്ട്, ഖദരിയാക്കൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ പലരും വന്നിട്ടുണ്ട്. ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് പോലെയാണെങ്കിൽ ഭാവിയിൽ ശഅരിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗത്തെപ്പറ്റി ഭാവിയിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ശഅരിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം ആരാണ് അതിന്റെ എന്ന് പറയുന്ന നേതാവ് എന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണെന്ന് എന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണെന്ന് എന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണെന്ന് പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഞാൻ അതിന്റെ ആമുഖങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നേരത്തെ നടന്ന പ്രസംഗങ്ങളിൽ ഇതിന്റെ വശങ്ങളൊക്കെ ആമുഖങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ ആമുഖം കേൾക്കാനല്ല വന്നിരുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ 4 മണിക്കൂർ വേണ്ടി വരുമല്ലോ. ഭാഗത്തുണ്ടാവും. ചില സ്ഥലത്ത് നിന്നാല് വീട്ടിൽ പോയി ഒരാളെ നേരൊക്കെ ഉണ്ടാവും. 5-6 പള്ളിയൊക്കെ ഉണ്ടാവുമ്പോളേ
അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ചില ആളുകളൊക്കെ പറയും, എന്തിനാ നിങ്ങൾ ഇങ്ങനൊക്കെ ഒരു പരിപാടി നടത്തുന്നത്, ഗീബത്തല്ലേ? എന്നെ നിങ്ങൾക്ക് ഗീബത്തിന്റെ ആയത്ത് ഇറങ്ങിയത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഗീബത്തല്ലേ, ഇത് നമീമത്തല്ലേ? നമ്മൾക്കറിയാം, പഴയ കാലങ്ങളിൽ ഒരു പ്രശ്നവുമില്ലാത്ത സ്ഥലങ്ങൾ പരിപാടികളും മറുപടികളും മുഖാമുഖങ്ങളും നടത്തിയിരുന്ന ആളുകൾ മേൽക്കുമേൽ പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഇന്ന് മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശുദ്ധ ഖുർആനിലെ തബ്ബത് യദാ അബീ ലഹബിൻ എന്ന സൂറത്ത് ഓതാൻ പറ്റൂലല്ലോ. അത് അബൂലഹബിന്റെ ഗീബത്ത് പറയല്ലേ? റസൂലുള്ളാഹിന്റെ മൂത്തമ്മാന്റെ ഇളയമ്മാന്റെ ഗീബത്ത് പറയല്ലേ? അതുകൊണ്ട് ഓതാൻ പാടില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ചുരുക്കത്തിൽ പറയേണ്ട വിഷയങ്ങൾ പറയണം, കാണിക്കേണ്ട വിഷയങ്ങൾ കാണിക്കേണ്ടി വരികയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പരിശുദ്ധമായ ദൗത്യത്തിന് വേണ്ടി ഇവിടെ രൂപീകൃതമായിട്ടുള്ള ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ സംഘടന കേരളത്തിന്റെ മണ്ണിൽ അല്ലാഹു തആല തന്ന ഒരു സമ്മാനമാണ്. ആ സംഘടന യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 1920 ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ ശിർക്കും ബിദ്അത്തും കുഫറുമായി ചിത്രീകരിക്കുന്ന ആളുകൾ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോഴാണല്ലോ ഈ സംഘടന രൂപീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സാത്വികന്മാരായ പണ്ഡിതന്മാർ, മുഖ്ലിസീങ്ങളായ ആലിമീങ്ങൾ, നിറഞ്ഞ ഇൽമുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, സാദാത്യങ്ങൾ, അവരാണ് ഈ മഹിതമായ സംഘടനയെ രൂപീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ സെക്രട്ടറിയും പ്രസിഡന്റുമാകാനുള്ള പൂതി കൊണ്ടോ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടോ അല്ല അവർ ഈ സംഘടന ഉണ്ടാക്കിയത്. മാറ്റിമറിക്കലുകളും മാറ്റിത്തിരുത്തലുകളും ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ യഥാർത്ഥമായ രൂപത്തിൽ ഇവിടെ കൊണ്ടു നടക്കണം എന്നതുകൊണ്ടാണ് ഈ മഹിതമായ സംഘടന ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. സർവരാലും ആദരിക്കപ്പെടുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ സംഘടന നേതൃത്വം കൊടുത്തുകൊണ്ട് യാതൊരു തർക്കങ്ങളുമില്ലാതെ ഇവിടെ പോയി. കള്ളത്തൊരീക്കത്തുകാർ വന്നു, അതുപോലെ തന്നെ പല വാദക്കാരും ഇവിടെ വന്നു. അവരെയൊക്കെ ആദർശപരമായി പരാജയപ്പെടുത്തി ഈ മഹിതമായ സംഘടന മുന്നേറുമ്പോഴാണ് ഇതിന്റെ അടുത്ത് നിന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഏതാനും ആളുകൾ കുത്തിത്തിരിപ്പിന്റെ പണി തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ വേണം അതിനെ പറയാൻ. 1988-89 കാലഘട്ടം വളരെ കലുഷിതമായ സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾക്കെതിരെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കെതിരെ, പോകട്ടെ ഉസ്താദുമാർക്കെതിരെ ശക്തമായി പടയൊരുക്കം ആരംഭിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നതിന് തിക്തഫലമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയുന്ന ആ കാലഘട്ടത്തിൽ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, ഇന്ന് ബഹുമാനപ്പെട്ട സുലുലമായ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അല്ലാഹു രണ്ട് പണ്ഡിതന്മാരോടുകൂടെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ രണ്ട് പണ്ഡിതന്മാരെ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തു മുന്നേറുമ്പോഴാണല്ലോ ഇദ്ദേഹം ഇതേ പേരൊരു സംഘടനയുണ്ടായി മാറി നിൽക്കുന്നത്. നമുക്കറിയാം, വലിയൊരു വൃക്ഷത്തിൽ കൊമ്പ് പോയാൽ, ഒരു കൊമ്പ് അങ്ങോട്ട് മുറിഞ്ഞു പോയാൽ ആ കൊമ്പുമ്മൽ നീരും നനവുള്ള കാലത്തോളം അതിന് ഹയാത്തുണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ കൊമ്പ് ഉണങ്ങിപ്പോകലാണ് സാധാരണ പതിവ്. ആ വൃക്ഷം ഉണങ്ങിപ്പോകണമെങ്കിൽ അത് നിറയെ പിളർത്തപ്പെടുന്ന രണ്ടും ഉണങ്ങിപ്പോകും. ഇത് സാധാരണ നമുക്ക് മനസ്സിലാക്കുന്ന വസ്തുതയാണ്. ഏതാ കൊമ്പ് മാറുന്ന സംഗതികളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് തന്നെ ഇന്ന് മാറ്റി പറയിപ്പിക്കുകയും തിരുത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ ചുരുക്കത്തിൽ ആ 88-89 കാലഘട്ടത്തിൽ കണ്ണിയത്ത് ഉസ്താദിന് പ്രസിഡന്റാകാൻ പറ്റില്ലെന്നും ശംസുൽ ഉലമയെ ആ രൂപത്തിൽ സെക്രട്ടറി ആകാൻ പറ്റില്ലെന്നും രണ്ടുപേർക്കും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്ത് മാറിപ്പോയതിൽ പ്രമുഖനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇന്ന് നേരെ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് മഹാന്മാരെ അനാദരിച്ചാൽ, ഈ രണ്ട് മഹാന്മാർ അംഗീകരിക്കാതിരുന്നാൽ സമുദായത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഇന്ന് കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയുടെയും മഹത്വങ്ങളും മൗലിദുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമ്മളൊക്കെ പറയുന്നതിനേക്കാളും മേലെ ആരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കാപ്പട്യമാണ്. അത് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നു ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് മുടിക്കും പൊടിക്കും കിളിയിലൊക്കെ കടക്കാം. ഇന്നത്തെ ക്ലിപ്പ് പേരോട് വിതരണം ചെയ്യട്ടെ. എന്തേ പറഞ്ഞു? ഓരോരോ വാക്കും നല്ലോണം ശ്രദ്ധിക്കണം. കണ്ണിയത്ത് ഉസ്താദ് അള്ളാന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് നാം വിശ്വസിക്കുന്ന മഹാപണ്ഡിതനാണ്.
ആരാ നാം എന്ന് പറഞ്ഞാൽ നമ്മളല്ല എന്നുള്ളത് ഉറപ്പ് തന്നെ. കാരണം അവരൊക്കെയാണല്ലോ അങ്ങനത്തെ ഒരു പുതിയൊരു വാദം വന്നിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെ വിശ്വാസം കണ്ണിയത്ത് ഉസ്താദിന് അള്ളാഹിന്റെ അടുത്ത് ഉന്നത സ്ഥാനമുണ്ട്. എന്നാ ശംസുൽ ഉലമയോ കണ്ടെങ്കിൽ ദർജ വർദ്ധിപ്പിക്കാൻ, ജീവിച്ചിരിക്കുന്ന കാലത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുക, മരിച്ച ശേഷം ദർജ വർദ്ധിപ്പിക്കാൻ വരയ്ക്കാം. ശംസുൽ ഉലമയോ അത് ശരി. ശംസുൽ ഉലമ പ്രഗത്ഭനായ പണ്ഡിതനാണ്. എന്നേ ശംസുൽ ഉലമ പ്രഗത്ഭന? അതാ ഡേറ്റ് നിങ്ങളോട് പറഞ്ഞു തരണം. കാരണം 88 89 പ്രഗത്ഭനല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് മൂപ്പരെ പറ്റൂല എന്നൊരു വേറെ സംഘടന ഉണ്ടാക്കിയത്. ഇപ്പൊ പറയാണ് ശംസുൽ ഉലമ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അത് ശരി. അപ്പൊ ഈ സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരും ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരുമാണ്. അപ്പൊ ശംസുൽ ഉലമ നിങ്ങൾ ഉസ്താദാന്ന് ഉറപ്പായും ചെയ്തു. എന്നിട്ടോ അത് ശരി. ഈ രണ്ടാൾക്കാരോട് അവർക്ക് ആദരവുമുണ്ട്, ബഹുമാനമുണ്ട്. ഇപ്പൊ എന്തൊക്കെ മൂപ്പര് പറഞ്ഞത്? കണ്ണിയത്ത് അള്ളാഹുവിന് ഉന്നത സ്ഥാനമുണ്ട്, ശംസുൽ ഉലമ മഹാനായ പണ്ഡിതനാണ്, ഞങ്ങൾക്ക് ഇവരോട് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ഈ പറഞ്ഞതിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അയാൾ ഇവർക്കെതിരെ ഉണ്ടാക്കിയ സംഘടനയിൽ രാജിവെച്ച് സമസ്തയിലേക്ക് കടന്നു വരണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഈ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ പറഞ്ഞത് സത്യമാണെന്ന വിശ്വാസത്തിലാണെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കണം. അപ്പൊ എന്തിനാ അത് പറഞ്ഞത് അറിയങ്ങള്? ജനങ്ങൾക്കിടയിൽ ഇവർ അംഗീകരിക്കാത്തവരാണെന്ന് പറഞ്ഞാൽ മയ്യത്താരും കൂടാരത്ത് നാള് പോവാം. അവനെ കുടിച്ച് നമ്മൾ ഇങ്ങനെ ഇനിയത്ത് ഉസ്താദിനെ പറ്റി മൂപ്പര് പറഞ്ഞു കേട്ടോളി. കണ്ടങ്ങള് ദർജ വർദ്ധിപ്പിക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ ദർജ വർദ്ധിക്കാൻ നിങ്ങൾ ദ്വാരക്കണ്ട. മൂപ്പര് വലിയ ദർജയല്ല. നിങ്ങൾ ദ്വാരയിലുള്ള ദർജ പോവെന്നുള്ള പേടിയപ്പോ ഞമ്മക്കുള്ളത്. കാരണം അങ്ങനെയുള്ളോ, മഴ പെയ്യണ്ട ദ്വാരക്കുമ്പോ മഴ പെയ്യ, അങ്ങനെ വലിയ കറാമത്തുള്ളവരാണ്. അപ്പൊ നിങ്ങൾ ഓരോ ദർജ വർദ്ധിപ്പിക്കാൻ ദ്വാരുള്ള ദർജ പോകുമെന്നുള്ള പേടി ഞമ്മക്ക്. ആയിക്കോട്ടെ, നമ്മൾ സഹിക്കന്നെ. ബാക്കി പേരോട് തിരക്കുണ്ടെങ്കിൽ ഞമ്മക്ക് തിരക്കില്ല. നമുക്ക് ഓരോന്ന് കേട്ടിട്ട് പോവാം. തൽക്കുന്നുണ്ട് ഞാൻ മഹാനവർകളെ അങ്ങേയറ്റം ആദരിക്കുന്നു. ഒന്ന്. പിന്നെയോ, ഞാൻ അവിടെ പോയിട്ട് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ആരെന്നാ പൊരുത്തം വാങ്ങുക? പൊരുത്തമുള്ളതിലേക്കെന്നാ പൊരുത്തം വാങ്ങുക. കുരുത്തക്കേടോ അതുള്ളതിലേക്കെന്നാ വാങ്ങുക. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് പേരോട് പൊരുത്തം വാങ്ങി. തുടങ്ങിത്തരാൻ വേണ്ടി കാലത്തിന് അതുകൊണ്ട് ആദ്യമായിട്ട് തുടങ്ങിത്തന്നത് ഒന്നിച്ചു നിൽക്കുന്ന കാലത്ത് മർക്കസ് സഖാഫത്തി സുന്നിയിൽ കിതാബ് തുടങ്ങാൻ വേണ്ടി കാന്തപുരം കൊണ്ടുവന്നത് കണ്ണിയത്ത് ഉസ്താദിനെയാണ്. അതെന്റെ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവന്നത് കിതാബ് തീരുന്നതുകൊണ്ട് തന്നെ. അപ്പൊ അയാളെക്കാളാണ് കിതാബ് തരുന്ന ആളൊന്നും വേറെ ഇല്ല. അവ കിതാബ് തുടങ്ങിത്തരാൻ കണ്ണിയത്ത് ഉസ്താദിനെയാണ് ഏറ്റി കൊണ്ടുവന്നത്. കണ്ണിയത്ത് ഉസ്താദിലേക്ക് നീ ഫുലാന് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ മഹാന്മാരുടെ പിന്നാലെ അടിയുറച്ച് നിൽക്കലല്ലേ. ആഖിറം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ വാക്കു പറച്ചിലും ഈ രൂപത്തിലും പിന്തുണയും പ്രവർത്തനങ്ങൾ കാന്തപുരത്തിന് വേണ്ടിയാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിടിച്ചു നിൽക്കാൻ ഇവരുടെ മഹത്വവും ഇവരുടെ ബാങ്ക് ബാലൻസും കീശയും വീർപ്പിക്കാൻ കാന്തപുരത്തിന്റെയും പിന്നാലെ നടന്നാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല. കൂടുതൽ പറയുന്നില്ല. രണ്ടാമത് ഇവർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം പാണക്കാട് തങ്ങന്മാരോടുള്ള അസൂയയായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയണില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പുതിയ വിഷയങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. പാണക്കാട് സയ്യിദന്മാരോടുള്ള അസൂയ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി, പാണക്കാട്ടേക്ക് മനുഷ്യന്മാരിങ്ങനെ പോവാൻ. ആ പോകുന്ന ആളുകളൊക്കെ അങ്ങനെ പൂനൂർക്കോ കാരന്തൂർക്കൊക്കെ തിരിച്ചുവിട്ടാൽ കായ് കിട്ടുമല്ലോ. കാരണം 2 നേർച്ചപ്പെട്ടി വെച്ചാൽ ആഴ്ചക്ക് ഇങ്ങനെ തുറന്നു നോക്കിയാൽ കായ് തോനെ കിട്ടും. അപ്പൊ പാണക്കാട്ടേക്ക് പോണവരൊക്കെ ഇങ്ങോട്ട് പോകുന്ന തർക്കമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെ മോശക്കാരാകാൻ വേണ്ടി ഇവർ പലരും എഴുതി സാമ്പിൾ
ഒന്നും കാണിക്കാൻ. സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സെൻസിങ് കാണാം. ഇപ്പൊ ഇവര് പറഞ്ഞ സെൻസിങ് ഞങ്ങളതല്ലാണ്, അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ചർച്ച അതല്ലാത്ത കൂടി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ സെൻസിങ് നോക്കി നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു തആല മഹാനവർകളോടുകൂടെ സ്വർഗീയ ലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആ മനുഷ്യന് കൈപിടിക്കാനും സ്വർഗീയ ലോകത്ത് ആ സ്വർഗീയ ആരാമത്തിലൂടെ നടക്കാനും പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മഹാനായ തങ്ങളവരുടെ ഫോട്ടോ കൊടുത്ത് സെൻസികൾ കൊടുത്തു നോക്കൂ നിങ്ങൾ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖാളി സ്ഥാനത്തെ അപമാനിക്കരുത്. ഞാൻ ഉള്ളത്തെ ലേഖനം നോക്കി. എന്താണ് ആ ലേഖനത്തിലുള്ളത്? ശിഹാബ് തങ്ങൾ വല്ല മഹല്ലിന്റെയും ഖാളിയായാൽ ഖാളിയായ മഹല്ലിൽ ദീൻ തകരുമെന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇത് RSSകാർ എഴുതിയതല്ല, BJPക്കാർ എഴുതിയതല്ല, ശിവസേനക്കാർ എഴുതിയതല്ല, ബജ്റംഗ് ദളുകാർ എഴുതിയതല്ല, മുസ്ലിം വിരോധികളായ ആരും എഴുതിയതല്ല. സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്നവർ എഴുതിയതാണ്. തെറ്റുപറ്റിപ്പോയി എന്ന് ഈ നിമിഷം വരെ അവർ പറഞ്ഞിട്ടില്ല. പാലക്കാട് മുതൽ ക്ലിപ്പ് നമ്മളാണ് ഒഴിവാക്കും. നമുക്കിതിൽ വാശിയൊന്നുമില്ല, അല്ലാത്ത നമ്പാടും പറയാണ്ട്. അങ്ങനെ പറഞ്ഞോട്ടെ, തെറ്റുപറ്റിപ്പോയതാണെന്ന്. പക്ഷെ അവർ ഇന്ന് വരെ അത് തിരുത്തിയിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു സെൻസിൽ ഞാൻ വേഗത്തിൽ കാര്യങ്ങൾ പറയാൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് നമ്മൾ തല പുലർത്തി കാണിച്ചു. ഇത് നമ്മുടെ നെഞ്ചകം പുലർത്തുന്ന കാഴ്ചയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്ന് അറിയപ്പെടുന്നവർ പുണ്യപ്രവാചകന്റെ പേരെ കുട്ടികളെപ്പോലും ഈ രൂപത്തിൽ കൈകാര്യം ചെയ്തത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന കഠിനമായ കിബിറിന്റെ അങ്ങേയറ്റമായിരുന്നു എന്ന് മോശപ്പെടുത്താൻ വേണ്ടി പലരും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒരു പറയ സദസ്സിൽ പറയാൻ പറ്റാത്തതുണ്ട്. വേണ്ടിവരൊക്കെ മോശപ്പെടുത്തിയ ഇവർ തന്നെ ആ കുടുംബത്തിൽ പോയിട്ട് കൈയും കാലും പൊരിക്കേണ്ട ഒരു അവസ്ഥ പണച്ചറവ് ഉണ്ടാക്കിയെന്നത് കാലം അവർക്ക് കൊടുത്ത മറുപടിയാണ്. എന്താ സംഭവം? നിങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു സ്ഥാപനമുണ്ട്, കുറ്റ്യാടി സിറാജുൽ ഹുദ. ആ കുറ്റ്യാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിലേക്ക് അബുദാബിയിൽ ഒരു അറബി 7 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാന്ന് പറഞ്ഞു. ഉറുപ്പ്യാന്ന് കേട്ടപ്പോൾ ഏത് ഉറക്കത്തിൽ ചാടി എഴുന്നേൽക്കും. കാരണം അതുപോലൊരു സ്വഭാവമാണ്. അതിന് എന്തായാലും ഉറുപ്പ്യായാൽ മതി. സാധു വേഗം തുക്കോലെന്ന് കരുതി നേരെ അബുദാബി ചെന്നു. അബുദാബി ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ കോളേജിൽ നിങ്ങൾ 7 ലക്ഷം തരാമെന്ന് പറഞ്ഞ് ഞാൻ അതിന് വേറെ പിന്നെ വാങ്ങാൻ വേണ്ടി വന്ന് ഞാൻ അതിന്റെ എല്ലാമാണ്. അപ്പൊ അറബി ചോദിച്ചത്ര നിങ്ങൾക്ക് കായി തരാം, ഷ്യാബ് ഞങ്ങൾ എത്തുണ്ടോന്ന് ഇളിഞ്ഞും കിട്ടിട്ട് പോകുന്നു. കാരണം ഇവർ വിചാരിച്ച് ഏപ്പിക്ക് മാത്രമേ അറബികളെ പരിചയമുള്ളൂ എന്നാ. അപ്പൊ തങ്ങൾ എത്തുണ്ടോ ഉണ്ടെങ്കിൽ തരാറുള്ളൂ. ഇയാൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇയാൾ സ്ഥാപനത്തിലെ മേധാവിയെ കൂട്ടി പാണക്കാട്ടേക്ക് പോയ സംഭവം പേരോട് തന്നെ പറയണം. നമ്മൾ പറഞ്ഞ മൂപ്പര പറഞ്ഞ മാതിരി ആവൂല, അതുകൊണ്ട് പേരോട് തന്നെ പറയട്ടെ. നിങ്ങൾക്ക് മനസ്സിലായപ്പോ ശിഹാബ് തങ്ങൾക്ക് ദർജ വർദ്ധിക്കട്ടെ. അതിന് മുമ്പ് പോലെ ഇത് കുത്തിത്തിരിപ്പ് നിങ്ങൾക്ക് ഞാൻ കാട്ടി തന്നത്. ഈ ശിഹാബ് തങ്ങൾ മഹലിനെ ഖാദിയാകാൻ പറ്റൂല എന്ന് എഴുതിയതാണ് ഞാൻ കാണിച്ചു തന്നത്. അവരെന്നെ പറഞ്ഞ ശിഹാബ് തങ്ങളെ ദർജ വർദ്ധിക്കട്ടെ. അത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മതി. വല്ല SSF ഈ സദസ്സിലുണ്ടെങ്കിൽ പ്രഷർ ഇളകുണ്ടെങ്കിൽ നാവിനെ തൊടി ഗുളിക വെച്ചോടി എന്ന് മാത്രമേ പറയാനുള്ളൂ. പറയട്ടെ. എന്ന സ്ഥാപനത്തിൽ ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് സംഘടനാപരമായി കുറച്ചൊക്കെ അകന്നു നിൽക്കുന്ന സമയത്ത് ഈ സിറാജിലേക്ക് 7 ലക്ഷം ഉറുപ്പിക അബുദാബിയിൽ സ്ഥാപിതരും. പക്ഷേ അതിന്റെ നിബന്ധന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കത്ത് വേണം. ഞാൻ 4ാമത് തീരോത്ത് ഹാജിയെയും കൂട്ടി ഞാൻ പാണക്കാട് പോയി തങ്ങളവർക്ക് വരെ ആദരിച്ച് ബഹുമാനിച്ചു. ഞാൻ പാണക്കാട് പോകേണ്ടി വന്ന് കായ് കെട്ടണ വിശ്യാമന് ഒടുക്കും പോകുമല്ലോ. അങ്ങനെ പാണക്കാട്ടിൽ പോയി. അങ്ങനെ പാണക്കാട് ചെന്നപ്പോൾ തങ്ങൾ ഞങ്ങളെ വളരെ ആദരിച്ച് ബഹുമാനിച്ചിരിക്കുന്ന സാധു പറഞ്ഞത്. മൂപ്പരെ വിചാരം മൂപ്പരെ കണ്ടപ്പോൾ തങ്ങൾ പേടിച്ചിട്ട് ബഹുമാനിച്ചതാണ്. സാധു നിങ്ങളെ മാത്രമല്ല, പാണക്കാട് ആര് ചെന്നാലും അവരെ കൈപിടിച്ച് തന്റെ സമീപത്തിരുത്തുന്ന പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങൾക്കുള്ളത്. അത് കേന്ദ്രമന്ത്രിമാര് ചെന്നാലും സംസ്ഥാന മന്ത്രിമാര് ചെന്നാലും സമസ്തയുടെ ആലിമ്യങ്ങൾ ചെന്നാലും ഇനി ഹിന്ദുക്കൾ ചെന്നാലും BJPക്കാർ ചെന്നാലും പിരിവിനാരാൾ ചെന്നാലും അവരെ മാന്യമായി സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് ആ പാണക്കാട് സാദാത്യങ്ങൾക്കുള്ളത്. അതിന് ഇടക്കൊക്കെ നാട് പോയോക്കുന്നത് നല്ലതാ. ഇതിങ്ങനെ ഗ്യാലറി നിന്നിട്ട് ഇങ്ങനെ കളി കാണരുത്. ഗ്രൗണ്ടിൽ ഇറങ്ങിയൊക്കെ ഒന്ന് കളിച്ചു നോക്കണം, അപ്പോഴതിന്റെ അടങ്ങാറ് അറിയുള്ളൂ. ഇതിങ്ങനെ വിട്ടുന്നിങ്ങനെ കാണുക, എന്നിട്ട് ഓരങ്ങനെ കുറ്റം പറയും. അവിടേക്ക് ഒന്ന് പോയി നോക്കണമെന്നല്ല. ചൊവ്വാഴ്ച പോയാൽ അതാണ് ഏറ്റവും നല്ല. എല്ലാവരും കാണാം. എന്നാൽ കുറഞ്ഞ കായ്ക്ക് ചെലവ് തീർന്നിട്ടു. ആ തലക്കൊന്ന് തുടങ്ങി തലവരെ പോയി എല്ലാവരും കാണും ചെയ്യാം. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് അവരെ പഠിക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ. എന്നിട്ട് എന്തായി? ഞങ്ങളെ എനിക്ക് കത്തെഴുതി തന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒക്കെയാണ്, ഒരാൾക്കും കത്ത് കൊടുക്കാറില്ല, സിറാജുൽ ഹുദക്ക് തരാമെന്ന് പറഞ്ഞു. അത് പച്ചന്നോണേ.
അല്ല നമുക്ക് നോണാസിന്റെ പ്രസിഡന്റാണ്. തങ്ങൾ അങ്ങനെ കുഞ്ഞാപ്പ് ആവുന്ന ആളൊന്നുമല്ല. കാരണം തങ്ങൾക്ക് പറയുകയാണെങ്കിൽ നേരം പൊഴുക്കോളും പറയാനുണ്ടല്ലോ. പിന്നെ പറഞ്ഞു ഞാൻ ആർക്കും കത്ത് കൊടുക്കലില്ല, ആദ്യമായിട്ടും അവസാനമായിട്ട് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു. എന്തിനാണ് ഈ നുണ പറയുന്നത്? പാലക്കാട് തങ്ങൾ കൊടുത്ത കത്തൊക്കെ ഒരു ലോറി കൊണ്ടുപോവുകയാണെങ്കിൽ ലൈലന്റ് ലോറിക്ക് കൊണ്ടുപോകാൻ മാത്രമേ കത്തുണ്ടാവും അല്ലെ? രോഗശമനത്തിന് വേണ്ടി, കോളേജുകളിൽ സീറ്റ് കിട്ടാൻ വേണ്ടി, മക്കളെ കിട്ടിക്കാൻ പണത്തിന് വേണ്ടി വലിയവരെ മുതലാളിമാർക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എത്ര കത്താ തങ്ങളിപ്പാപ്പ എഴുതി കൊടുത്തത്. എന്നിട്ട് മൂപ്പര് പറയാ തങ്ങൾ പറഞ്ഞ പോലെ ആർക്കും കൊടുക്കലില്ല, സിറാജുൽ ഹുദക്ക് മാത്രം തരാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അത് പല നുണകളിൽ ഒരു നുണയാണ്. എന്നിട്ട് എന്തായി? അങ്ങനെ തരാന്ന് പറഞ്ഞു, കത്ത് തന്നു, കൊടുത്തു, കായ് കിട്ടിയെന്നതിന്റെ ചുരുക്കം. ഏതായാലും ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്കും ശിഹാബ് തങ്ങളുടെ എഴുത്തുകൊണ്ട് 7 ലക്ഷം കിട്ടിയാലോ? എന്നാൽ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തങ്ങൾ അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ വേണ്ട, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഞാൻ മാത്രം മതി. മനസ്സിലായേ? അപ്പൊ ചുരുക്കത്തിൽ ഈ രൂപത്തിലാണ് ഇവരുടെ ആദ്യകാലത്തുള്ള നിലപാടുകൾ. ഇന്ന് അവർ കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അള്ളാഹു നമ്മളെ വലിയൊരു കാവൽ കാത്തിട്ടുണ്ട് മക്കളെ. എന്താ കാവലയങ്ങള്? ഈ മുടി സംബന്ധമായ വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വലിയ ഒരു നിഗൂഢമായ തന്ത്രത്തിന് വേണ്ടി ഇവരിങ്ങനെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് അള്ളാഹു തകർത്ത് കളഞ്ഞതാണ്. എന്താ വിഷയം എന്ന് പറയുന്നത്? പരിശുദ്ധമായ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന 2 ഹറമുകൾ. ആ 2 ഹറമുകളെ പരിപാലിക്കുന്നവർക്ക് ഖാദിമുൽ ഹറമൈനി ശരീഫ് എന്നാണ് പേര്. അതിന് ലോകത്തൊരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല, 2 അഭിപ്രായമില്ല. ഇങ്ങനെയാകുമ്പോൾ നബിയുടേതെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന മുടി കൊണ്ട് നടക്കുന്നവര് ആ ഷാരി റസൂലില്ല എന്നോ ഖാദിമുൻ നബി എന്നോ പേരിടാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിരുന്നു. കാന്തപുരത്തിന് ഖാദിമുൻ നബി എന്ന് പേരിടുക, അത് പേരോടനെ വട്ടം പോലെ പറയും. അങ്ങനെ പേരിടണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നമ്മൾ ആര്യാണ് മുഹമ്മദ് ഒന്നായിട്ട് വള്ളത്ത് നൂറാത്തിട്ടമാര് ഒന്നായിട്ടാണ് ബാത്തിലാക്കി. അതിന് ശേഷം പിന്നെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. ആ തീരുമാനിച്ച തീരുമാനം പേരോടനെ പറയട്ടെ. കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച പള്ളി സൗദി ഗവൺമെന്റ് അവിടെ നിർമ്മിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേര് ഖാദിമുൽ ഹറമൈനി ശരീഫൈനി എന്നാണ്. ലോകത്തൊരാളും അത് വികസിച്ചിട്ടില്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പ് കാണാൻ വരുന്നവർക്ക് വിശാലമായ പള്ളി നിർമ്മിച്ചാൽ കാന്തപുരം ഉസ്താദിന് ഖാദിമു ശൈർ റസൂലുള്ളാഹി അല്ലെങ്കിൽ ഖാദിമുൻ നബിയ്യീൻ. ഈ നാട്ടിൽ പിന്നെ നമ്മൾ ജീവിക്കണോ? നബിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആണെന്ന് ഏപ്പിക്ക് പേരിടാൻ. പക്ഷെ അതൊക്കെ ഇവരെ തീരുമാനിച്ചു. ഇവൻ മഞ്ചേരി എത്തിയപ്പോ സ്വാമി പറഞ്ഞു നല്ല പേര് ഞാൻ പറയാം, ശ്രീകൃഷ്ണനാണ് നല്ല പേര്. അല്ലാഹു അക്ബർ പറയാൻ കൈയാണ് പൊന്തിച്ചു, പിന്നാട് താന്നു. ബാക്കി കേട്ടപ്പോ തിരുവനന്തപുരത്ത് എത്തിയപ്പോ പിന്നെ ആര്യാണം പറഞ്ഞു, അത് കേൾപ്പിക്കുകയാണെങ്കിൽ കുറെ സമയം പിടിക്കും. ആര്യാണം പറഞ്ഞു കാതവരം നല്ല മാന്ത്രികനാണ്, പ്രത്യേക ഒരു മാന്ത്രിക ശക്തി ഉണ്ട് എന്നാണ് ആര്യാണം പറഞ്ഞത്. ഇത് രണ്ടും ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ വളരെ സത്യമായിട്ട് പുലർന്നിരിക്കുക. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവരിങ്ങനെ മാറിപ്പോകുമ്പോൾ 2 ആരോപണമാണ് സമസ്തക്കെതിരെ ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആരോപണം ബിദ്അത്ത് ബന്ധമാണ്. കാരണം ഇവർക്കൊരു ചോർച്ചയുടെ അസുഖമുണ്ട്. ഇവിടെയുള്ള ഏപ്പിക്കാർക്കുണ്ടോന്ന് അറിയില്ല, ചോർച്ചയുടെ അസുഖം. അഥവാ ബിദ്അത്തുകാരോട് കൂടെ ഇരുന്നുകൊണ്ട് സുന്നത്തെ അത് ഓട്ടയിൽ കൂടാണ് ചോർന്നു പോകും. അപ്പൊ ഓരോരുത്തിരിക്കുമ്പോൾ ഓട്ടമില്ലാത്ത കസാലയിൽ ഇരിക്കണമെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മുതലക്കുളം മൈതാനിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നദിവിന്റെ എത്തിയിരുന്നപ്പോൾ സുന്നത്തമായിട്ട് പോയി എന്നാണ് പറയാറുള്ളത്. ആയിക്കോട്ടെ, ബിദ്അത്തുകാരുമായിട്ട് ഒരു തരത്തും കോംപ്രമൈസ് ആകാത്ത രൂപത്തിൽ കണ്ടാൽ മിണ്ടാത്ത, വിവാദം നടത്താത്ത, കായ് കിട്ടിയാൽ വാങ്ങാത്ത, അതുകൂടി കൂട്ടത്തിൽ പറയണം. അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ളത് അതല്ലല്ലോ. സകലമാന ബിദ്അത്തുകാരുമായി ബന്ധപ്പെടുന്നതും ബിദ്അത്തുകാരുടെ അടുക്കളയിൽ നിന്ന് എഴുന്നേറ്റ് പോരാത്ത സംഭവങ്ങളാണ് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ഇതെന്താ നിങ്ങള് 1995 ഡിസംബർ 30 പുറത്തിറങ്ങിയിട്ടുള്ള പ്രബോധനത്തിന്റെ 33ാമത്തെ പേജാണ്. പ്രബോധനം ആരതാന്ന് നമുക്കറിയാലോ. ഇതിലൊരു ലേഖനം കാണാം. എന്റെ സുഹൃത്ത് എന്നാണ് ലേഖനത്തിന്റെ പേര്. ലേഖനം എഴുതിയത് മർക്കസിന്റെ പ്രസിഡന്റായിരുന്ന സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളാണ്. മൂപ്പരെന്താ എഴുതിയത്? എന്റെ സുഹൃത്ത്. ആരെപ്പറ്റി എഴുതിയതാണ് നിങ്ങള്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന KC അബ്ദുള്ള മൗലവി മരണപ്പെട്ടപ്പോൾ എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ ലേഖനം എഴുതി മർക്കസിന്റെ പ്രസിഡന്റാണ്. ആരാ KC അബ്ദുള്ള മൗലവി? കേരളത്തിലെ സുന്നികൾ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ലെന്നും കേരളത്തിലെ സുന്നികൾ തനി മുസ്ലിക്കുകളാണെന്നും പരസ്യമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത KC അബ്ദുള്ള മൗലവി
എന്റെ സുഹൃത്താണെന്ന് ലേഖനം എഴുതിയത് മർക്കസ് സഖാഫത്ത് സുന്നിയുടെ പ്രസിഡന്റാണ്. ഞാനതിന് മറ്റൊന്ന് വായിക്കാം. KC അബ്ദുള്ള മൗലവിയുമായ സുഹൃത്ത് ബന്ധം തുടങ്ങുന്നത് 40കൾക്കൊടുവിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല സാരഥിയായ VP മുഹമ്മദ് ഹായ് അക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പതിവ് സന്ദർശകരായിരുന്നു. ജമാഅത്തിന്റെ നേതാക്കന്മാര് മർക്കസിന്റെ പ്രസിഡന്റിന്റെ വീട്ടിൽ പതിവ് സന്ദർശകരായിരുന്നു. മാത്രമല്ല അദ്ദേഹം കോഴിക്കോട്ടെത്തിയാൽ ഞങ്ങളുടെ വീട്ടിലാണ് ക്യാമ്പ് ചെയ്യുക. കയറിയിട്ട് വെള്ളം കുടിച്ചു പോകുക, അവിടെ താമസിക്കാർ അങ്ങനെയായിരുന്നു മർക്കസിന്റെ പ്രസിഡന്റിന്റെ വീട്ടില്. ഭക്ഷണവും താമസവും ഒക്കെ ഇവിടെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു അംഗം പോലെയായിരുന്നു അദ്ദേഹം. ഇടയ്ക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ പുഴുങ്ങലരിക്ക് വേണ്ടിയുള്ള നെല്ലുമായി വരും. അടുപ്പും കുടിക്കുന്നത് പറയാത്തതുകൊണ്ട് നമ്മൾ വായിക്കണില്ല. അപ്പൊ ചുരുക്കത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാര് പോലും മർക്കസിന്റെ പ്രസിഡന്റിന്റെ വീട്ടിൽ ഇത്രയും ബന്ധമായിരുന്നു. അപ്പൊ ഈ ഒരു അടിസ്ഥാനപരമായ ഒരു ആരോപണം നിങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണം നിങ്ങളിലേക്ക് 10 മടങ്ങ് ശക്തിയോടുകൂടെ മടങ്ങി വന്നതുകൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. രണ്ടാമത് രാഷ്ട്രീയ ബന്ധമാണ്, ഞാനത് പറയേണ്ടതില്ല. ഞാൻ മുടിക്ക് വരികയാണ്. രാഷ്ട്രീയപരമായ ബന്ധം എന്താണ്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഈ സമസ്ത എന്ന സംഘടനയെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കൊണ്ടുപോകുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ള ആരോപണം. പിന്നീട് നമ്മൾ കണ്ടതെന്താണ്? കേരളത്തിലും കേരളത്തിന്റെ പുറത്തും പിറവിയത്ത സകലമാന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുക്കളയിലെ പിച്ചച്ചട്ടിയിൽ ചെന്ന് കൈയിട്ട് മുക്കിയിട്ട് മുട്ടും കൈ മുതൽ വിരലിന് തലവരെ നക്കിയതാ പിന്നെ നമ്മൾ കണ്ടത്. അല്ല, നമ്മൾ കണ്ടത് പിന്നെ അങ്ങനെയാണല്ലോ. അവസാനമായിട്ട് ബന്ധമെത്തിയതെന്ന് ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. നമുക്കറിയാലോ, നമ്മുടെ കേന്ദ്രമന്ത്രിയായ ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ, അയാൾ മന്ത്രിയാകുമെന്ന് 99.4% ഉറപ്പായി മന്ത്രിയാകും. ഉറപ്പായപ്പോ വരുമ്പോ ഉറപ്പായതിന് പിന്നാലെ കൂടുന്ന ആളാണല്ലോ കാന്തപുരം. അദ്ദേഹം കൂടെ മുല്ലപ്പള്ളിക്ക് ഒരു ഫോണ്. ഹലോ, മുല്ലപ്പള്ളി അല്ലേ? അതേ മുല്ലപ്പള്ളിയാണ്. അല്ല, ഇതിങ്ങനെ മർക്കസിൽ നിന്ന് ഫുലാനാണ്. എന്തിനാ വിളിക്കുന്നത്? ഒന്നുമില്ല, നിങ്ങളിങ്ങനെ മന്ത്രിയാകണുണ്ടോ? ഇതുകൊണ്ട് ചോദിച്ച മുല്ലപ്പള്ളിക്ക് ഏകദേശം ഒരു ധാരണയായി മൂപ്പർക്ക് എത്ര സുഖമുണ്ട് എന്നുള്ളത്. കാരണം മൂപ്പർ അന്വേഷിക്കേണ്ടത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ഏതായാലും നിങ്ങളെ മന്ത്രിയാക്കാൻ ഞാൻ സോണിയാഗാന്ധിക്ക് കമ്പി അയച്ചിട്ടുണ്ട്. ആര്? കാന്തപുരം. അപ്പൊ മൂപ്പർക്ക് തോന്നി ഇയാൾക്ക് വലിയൊരു സുഖം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ സുഖം ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ മുല്ലപ്പള്ളി പറഞ്ഞു, ഏതായാലും സോണിയാഗാന്ധി കമ്പി അയച്ചല്ലോ, ഞങ്ങൾ ആന്റണിനോടും കൂടി ആ വിവരം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വലിയ ബഹുമാനാണ് ആന്റണിക്ക്. അപ്പൊ മൂപ്പര് പറയാ ഇന്ന വലിയ ബഹുമാനം തന്നെയാണ് മൂപ്പര് പറയുന്നുണ്ട്. ആ സംസാരം കേൾപ്പിക്കുകയാണ്. ആദ്യം സംസാരിക്കുന്നത് കാന്തപുരത്തിന്റെ PA, പിന്നെ സംസാരിക്കുന്നത് മുല്ലപ്പള്ളിയുടെ PA. ആ സംസാരം ഒന്ന് കേൾക്കും. ഹലോ, കേരള ഹൗസ് ആണോ? 206 മുല്ലപ്പള്ളി സാറാണോ? മുല്ലപ്പള്ളി 106. ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഹലോ ഹലോ, മുല്ലപ്പള്ളി സാറ് ഓഫീസാണ്. ഇത് കോഴിക്കോട് നിന്നാണ്. കാന്തപുരം മുസ്ലിം സംസാരിക്കാനായിരുന്നു. AP കേട്ട എല്ലാവർക്കും നിൽക്കുക. സൗകര്യം പോലെ പറയാം. ഹലോ ഹലോ ഹലോ, മുല്ലപ്പള്ളിയാണ്. മുല്ലപ്പള്ളി സാറാണോ? അതെ. ഒന്ന് അതിന് കൊടുക്കേ. കൊടുക്കണേ. ഹലോ ഹലോ, മുല്ലപ്പള്ളിയാ? എന്നുള്ള സുഖമല്ലേ? ഞാൻ കോഴിക്കോട് വർക്കത്തിലുണ്ട്. മന്ത്രിയാവുന്നില്ലേ? കാന്തപുരം മുല്ലപ്പള്ളി മന്ത്രിയാകുന്നില്ലേ എന്ന് അന്വേഷിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? മുല്ലപ്പള്ളി മന്ത്രിയാവുകയോ ആവാതിരിക്കുകയോ MLA ആവുകയോ ആവാതിരിക്കുകയോ നിങ്ങൾക്ക് രാഷ്ട്രീയമല്ലല്ലോ. രാഷ്ട്രീയമില്ലാതെ നിങ്ങൾ എന്തിനാ മുല്ലപ്പള്ളി മന്ത്രിയാകുന്ന അന്വേഷിക്കുന്നത്? ഈ ആരോപണമാണ് ഈ മഹിതമായ സംഘടനയ്ക്കെതിരെ നിങ്ങൾ ആരോപിച്ചിരുന്നത്. മരന്ന് കടന്നു തുപ്പുമ്പോൾ ആലോചിക്കണം, അത് നെഞ്ചത്ത് വന്ന് വീഴുമെന്ന്. നെഞ്ചത്ത് വന്ന് വീഴാതിരിക്കാൻ സൈഡിലേക്ക് തുപ്പേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരോപിച്ച മുഴുവൻ ആരോപണങ്ങളും നിങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് കിട്ടിയിട്ടില്ല അവർക്ക്. അതെ 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 അതെ. സോണിയൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. അയച്ചിട്ടുണ്ട്. സന്തോഷം സന്തോഷം സന്തോഷം. മന്ത്രിയാക്കാം. ആ ചില സൂചനകളൊക്കെ ഉണ്ട്, പക്ഷെ തീരുമാനം ഫൈനലായിട്ടില്ല. അതെ, നന്നായിരുന്നു. തീർച്ചയായിട്ടും മന്ത്രിയുടെ നന്നായിരുന്നു. മുഷാവറക്ക് എടുക്കാനേക്കാരം
അപ്പൊ കുറെ ഒഴിവാക്കിക്കണല്ലോ കുറെ ആൾക്കാർക്ക് എപ്പം ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ ആക്കിയാൽ നല്ലതാ. കാരണം തിരുവനന്തപുരത്ത് കോഴിക്കോട്ടൊക്കെ വരുമ്പോൾ ഇവനുസരിച്ച് മുഷാവറൊക്കെ വിളിക്കാം. പ്രാർത്ഥനയൊക്കെ ഉണ്ടായാൽ തന്നെ അത് ശരിയാവും. അതിനോടൊന്ന് സൂചിപ്പിച്ചാൽ മതി. അത് ആ മേഘത്തിന്റെ കത്ത് വിളിക്കട്ടെ. അതിനോടൊന്ന് വന്ന് സൂചിപ്പിക്കാൻ വന്നത് ഒന്ന് വിളിക്കാം. അമ്മ വിളിക്കാൻ പറ്റുന്നത് വേറെ ഞങ്ങൾ കാണാൻ സംസാരിക്കൊക്കെ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അപ്പോ ഒന്ന് അസ്താ സൂചിപ്പിക്കാറ് മൂപ്പർക്കാരൊരു ആദരവുണ്ടാകാം. അതുകൊണ്ട് അങ്ങനെയാണ് എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഈ രണ്ട് ആരോപണങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് ആരോപണത്തിന്റെ വിഷയത്തിൽ വേണ്ട സമയത്തോടുകൂടെ സാത്വികന്മാരായ പണ്ഡിതന്മാർക്കും പാണക്കാട് സാധാത്യങ്ങൾക്കുമെതിരെ നിങ്ങൾ കുത്തിക്കൂട്ടിയിട്ടുള്ള ഈ കുറുക്കു കമ്പനി അത് പിരിച്ചുവിടാൻ സമയമായിരിക്കുന്നു എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ പിരിച്ചുവിടണം. നിങ്ങൾ ആരോപിച്ച ആരോപണങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. മുടി വിവാദം കത്തി നിൽക്കുന്നതിന്റെ ഇടയിൽ മറ്റൊരു വിവാദം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. എന്താരോങ്ങള് മർക്കസിൽ ആദ്യം കിട്ടിയിട്ടുള്ള മുടി, ആ മുടി ഇപ്പൊ ഇങ്ങനെ വിരിയുന്നുണ്ട് എന്നാ കാന്തപുരം പറയുന്നത്. ഇങ്ങനെ വിരിയുന്നുണ്ട്. അത് കാന്തപുരം തന്നെ പറയട്ടെ. എന്നാ പിന്നെ എങ്ങനെ വിരിഞ്ഞെന്ന് നമുക്ക് ചോദിക്കാലോ. എന്നാലും നമ്മളെ പ്രസംഗം എങ്ങനെയെങ്കിലൊക്കെ മുടിക്കുട്ടികളെ ഇവിടുന്ന് കേൾക്കുന്നുണ്ടാവും എനിക്ക് ഉറപ്പ്. കാരണം ഓരങ്ങനെ ക്ഷമിച്ചിക്കാരൻ അവരെ കൊണ്ട് കഴിയൂല. അപ്പൊ ഏതായാലും അത് കാന്തപുരം തന്നെ പറയട്ടെ. മുടി വിരിണ വിവരം. ഈ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഒരു വലിയ മഹാൻ അവിടെ വന്നിരുന്നു മർക്കസിൽ. അദ്ദേഹം എന്നോട് നിർബന്ധിച്ച് എനിക്കൊന്ന് കാണണമെന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ അതെടുത്ത് അഴിച്ചു നോക്കിയപ്പോൾ നമുക്ക് മർക്കസിൽ ആദ്യമായി ലഭിച്ച ആ ഷെയർ ഇങ്ങനെ പിരിഞ്ഞിട്ടുണ്ട്. മർക്കസിൽ കിട്ടുന്ന മുടി വിരിന്, കൊമ്പുണ്ടാകണ്, കന്നുണ്ടാകണ്, പ്രസവിക്കണ്, കുട്ടികളുണ്ടാണ്. ആയിക്കോട്ടെ, ഞമ്മക്കായിരുന്നു യാതൊരു വെറുപ്പില്ല. ഒരു കാര്യം പറയാൻ, ഈ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിൽ നിന്ന് വല്ല SSFകാരുമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മർക്കസിൽ പോയി തിരിച്ചു വരാനുള്ള എല്ലാ ചെലവും ഞാനെടുക്കാം. മർക്കസിലെ മുടി വിരിഞ്ഞത് കാണിച്ചു തരാൻ ആണത്തമുള്ള വല്ല SSFകാരുമുണ്ടെങ്കിൽ 1000 കുതിരശക്തിയോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. നുണ പറയാൻ പാടില്ല. നുണ പറയരുത്. എന്താ അദ്ദേഹം പറഞ്ഞത്? മർക്കസിലെ മുടി ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. ആ വിരിഞ്ഞ മുടി കാട്ടിത്തരാൻ വല്ലവരും സന്നദ്ധരാണെങ്കിൽ മുഴുവൻ ചെലവെടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇന്ന് തയ്യാറാണെങ്കിൽ ഇന്ന് വാ, നാളെ ഒഴിവുണ്ടാകുമ്പോ വാ. നുണ പറയാൻ പാടില്ല. മുടി വിരിയെ നിങ്ങൾ ആലോചിച്ചു നോക്കി. ഈ മനുഷ്യർ ഈ സമുദായത്തെ നേതൃത്വം ഏൽപ്പിക്കാൻ പാടുണ്ടോ? ഇതിന്റെ പേരെന്താ? നിങ്ങള് അത്തുംപിത്തുന്നതിന്റെ പേര് അത്തുംപിത്തുന്ന ആന കുമ്പിട്ടൊന്നും ഉണ്ടാവില്ല. അത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുക. മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഏതായിരിക്കട്ടെ, ചില ആളുകളൊക്കെ നിഷ്പക്ഷമായി വാദിക്കുന്ന ചില ആളുകളുണ്ട്. മൂപ്പര് മുടിയായിട്ടാണ് പോയിക്കോട്ടെ, എന്തിനാ നമ്മളതിന്റെ കൂടെ കൂടണം? ആയിക്കോട്ടെ, മൂപ്പര് മുടിയായിട്ട് പോകാൻ തിരക്കട്ടെ. ഏത് റസൂലുള്ളാഹി മുടിയാതാ പറയണത്? അത് നമുക്ക് കക്ഷി ചേരാതിരിക്കാൻ പറ്റുമോ? കാരണം റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നേതാവാണ്, ശഫാഅത്തുലുമാക്ക് അധികാരമുള്ളവരാണ്, സ്വർഗമുദ്ഘാടനം ചെയ്യുന്നവരാണ്. പുണ്യപ്രവാചകന്റെ പേരിലാണ് കേശം കൊണ്ടുവന്നത് എന്നതുകൊണ്ട് അതിൽ ഇടപെടേണ്ടത് വിശ്വാസികളുടെ വിശ്വാസപരമായ ബാധ്യത എന്നതുകൊണ്ടാണ് നമ്മൾ അതിൽ ഇടപെടുന്നത്. കാന്തപുരം ഇതൊരു മുടി എന്ന് പറഞ്ഞ മുത്തലക്കൽ മുടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇടപെടൂല. ഇതാ ഞാൻ ഒരു മുത്തലക്കൽ മുടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാതാവിനും മാതാവിതൊന്നും ചോദിക്കരുത്. ഇത് മുടിയിട്ട വെള്ളമാണ്, നിങ്ങൾ കുടിച്ചോളി, നമ്മളതിൽ യാതൊരു അഭിപ്രായവും നമ്മൾ പറയില്ല. ഇത് റസൂലുള്ളാഹിയാണെന്ന് പറഞ്ഞു വരുമ്പോൾ അതിന്റെ ആധികാരികത തെളിയിക്കേണ്ടി വരും. അത് തെളിയിക്കാതിരിക്കണമെങ്കിൽ സമസ്ത പോലെയുള്ള പ്രവർത്തകരുടെ SKSSF പോലെയുള്ള പ്രവർത്തകരില്ലാത്ത മറ്റു വല്ല ഉഗാണ്ടയിലും പോയിട്ട് ഇത് പ്രചരിപ്പിക്കേണ്ടി വരും
പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടുതലും നമ്മൾ അതിനെ സംബന്ധിച്ച് പറയുന്ന ഏതായിരിക്കട്ടെ, ഞാൻ മുടിക്ക് വരുന്നതിന്റെ മുമ്പ് കാന്തപുരകൾ മുമ്പ് കുറെ തട്ടിപ്പുകൾ നടത്തിയിട്ട് അത് നമ്മൾ സാന്ദർഭികമായിട്ടൊന്ന് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ മുടിയാണ്ട് പറയുമ്പോൾ മൂപ്പരാന് മുമ്പൊക്കെ നല്ല പക്ഷേ നമുക്ക് തോന്നിപ്പോ, അങ്ങനെ തോന്നിപ്പോകണ്ട. ഖൈറുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഖൈറ് തോന്നിയാൽ മതിയല്ലോ. അപ്പൊ ഈ മുടി കൊണ്ടുവരുന്നതിന് മുമ്പ് അത് ഇവിടെ നടത്തിയിട്ടുള്ള ചില തട്ടിപ്പുകളുണ്ട്, പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അത് വളരെ വിശദമായി കൊണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസി പറയും. അദ്ദേഹം ആദ്യം അവരുടെ കൂട്ടത്തിലായിരുന്നല്ലോ. ഇപ്പോൾ സമസ്ത പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസിക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇവരെ നടത്തിയ തട്ടിപ്പ് ഒറ്റ വാക്കിൽ അദ്ദേഹം പറയുന്നു. ഇവിടെ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് സംഗതികൾ ഒപ്പിച്ചു. ആ 6 പേർ അവരുടെ നേതൃത്വത്തിൽ പല ജാതി സംഗതികൾ ഒപ്പിച്ചു. ഏത് 6 പേർ? നേരത്തെ പറഞ്ഞൊരു കൊമ്പായിട്ട് പോയ 6 ആൾക്കാർ. ആ 6 ആളുടെ അവസ്ഥ ഇന്നെന്താണെന്ന് ആലോചിച്ചാൽ മതി. അന്ന് കാന്തപുരത്തിന്റെ കൂടെ ഈ സംഘടനയുടെ പ്രസിഡന്റാകാൻ വേണ്ടി നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ എന്ന നിലക്ക് നമ്മൾ വളരെ ആദരിക്കുന്നു, സയ്യിദ് എന്ന നിലക്ക്. പക്ഷേ ഇന്ന് തങ്ങളുടെ ഹാൽ എന്താണെന്ന് SSF-കാരന് ഫോൺ വിളിച്ച് ചോദിക്കണം. നിങ്ങളുടെ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, എന്നാൽ തങ്ങളെ കാണണമെന്ന് പറയാ, എന്നിട്ട് തങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയാ, തങ്ങൾ അലൈക്കും അസ്സലാം എന്ന് പറയാ, തങ്ങളെ ഞങ്ങൾക്ക് ഖൈറിന് വേണ്ടി ദ്വാരക്കണേ എന്ന് പറയാ, ഞാൻ ദ്വാരക്കാമെന്ന് തങ്ങൾ പറയണം. ആ നിലക്കൊരു കണ്ടീഷൻ മറുപടി ഇന്ന് തങ്ങളിൽ നിന്ന് ലഭിക്കില്ല എന്നത് വസ്തുതയാണ്. ഒന്നുണ്ടായിട്ട് പറയല്ല, കൂടുതൽ പറയുന്നില്ല. നമ്മൾ ആദരിക്കേണ്ടവർ ആ നിലക്ക് ആദരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സമസ്തക്കെതിരെ ആദ്യമായി കേസ് കൊടുത്ത TC മുഹമ്മദ് മുസ്ലിയ, അയാൾ എവിടെ വെച്ച് മരിച്ചു, എങ്ങനെ മരിച്ചു, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒക്കെ ചിന്തിച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് അടിസ്ഥാനപരമായ വിഷയമാണ്. ഇത് കൊടിയുടെ നിറത്തിന്റെ വിഷയമല്ല. ഇത് സംഘടനാപരമായ വൈരുദ്ധ്യങ്ങളല്ല. ഇത് വിശ്വാസത്തിന്റെ ആദർശമായി ബന്ധപ്പെട്ടതാണെന്ന് സാന്ദർഭികമായിട്ട് പറയാം. ഏറ്റവും ആദ്യം അമാനത്ത് ട്രസ്റ്റായിരുന്നു. ഒന്നാമത് അവർ കൊണ്ടുവന്ന തട്ടിപ്പ് അമാനത്ത് ട്രസ്റ്റ്. എന്താ അമാനത്ത് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? അമാനത്ത് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10,000-ങ്ങളും ലക്ഷങ്ങളും ആളുകളിൽ നിന്ന് വാങ്ങി കോടിക്കണക്കിന് ഉറുപ്പിക കയ്യിൽ വെച്ചു. അവിടെ 10 ഏക്കറ, ഇവിടെ 20 ഏക്കറ, മറ്റൊരു 50 ഏക്കർ വാങ്ങിയിട്ടുണ്ട്. അത് വിൽക്കുകയാണ്. അതിന്റെ ലാഭം നിങ്ങൾക്ക് തരാവുന്ന കണ്ടീഷനിൽ അമാനത്ത് ട്രസ്റ്റ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി. അതെന്ത്? കണ്ടമാന ആളുകളിൽ നിന്ന് കോടാനുകോടി രൂപ പിരിച്ച് പറമ്പ് കച്ചവടം. അങ്ങനെ അവർ ഉദ്ദേശിച്ച പറയല്ല ആയപ്പോ അതിന്റെ പ്രധാന നടത്തിപ്പുകാർ ബ്രാൻഡ് നടിച്ചു. ആരാ പ്രധാന നടത്തിപ്പുകാരൻ? അഡ്വക്കേറ്റ് AK ഇസ്മായിൽ ബാബ. ഹാത്തിലുണ്ടെന്ന് നമുക്ക് ഇതിലൊരു ഒളി മാറിയൊന്നുമില്ല, തുറന്നാണ് പറയാം. അഡ്വക്കേറ്റ് ഇസ്മായിൽ ബാബയുടെ നേതൃത്വത്തിൽ അമാനത്ത് ട്രസ്റ്റ് തുടങ്ങി. ആ അഡ്വക്കേറ്റ് ഇസ്മായിൽ ബാബ നേരത്തെ കണ്ട സെൻസിംഗിന്റെ എഡിറ്ററാണ്. ആ ഇസ്മായിൽ ബാബ ഭ്രാന്ത് നടിച്ചത്രേ. പിരാന്തന്മാരോട് പിന്നെ പൈസയും കണക്കും ചോദിക്കണോന് പിരാന്ത് എന്നല്ലാതെ അതങ്ങനെയാണ് മുങ്ങി. പിന്നെയോ അങ്ങനെ ആ കാശ് കൊടുത്തവരൊക്കെ അവരൊക്കെ ആ വിഷയത്തിൽ പരാജയപ്പെട്ട് കാശ് തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പോലും കിട്ടിയില്ല. ഒന്നാമത്തെ അങ്ങനെ ലാ തുമ്പ വലാ വാല, അതങ്ങനെയാണ് പോയി. രണ്ടാമത് ക്രസന്റ് സിമന്റ്, സുന്നികൾക്ക് സുന്നി സിമന്റ് എന്നായിരുന്നു പരസ്യം. അപ്പോൾ ആ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുന്നി സിമന്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കായ് കുറെ പിരിച്ചു. അതിന് ഹാരന്തായി പയാട്ട്. നമുക്കറിയാം, തമിഴ്നാടുമല്ല കേരളവുമല്ല, ഇത് രണ്ടിനെയും വരയ്ക്കുള്ള അവരുടെ യഥാർത്ഥത്തിൽ രണ്ടിന്റെ രേഖകൾ വെട്ടിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ക്രസന്റ് സിമന്റ് ഫാക്ടറി. അതിലും ഒരുപാട് കാശി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ നിന്ന് വന്നു. നിങ്ങളെ വലിക്ക് പ്രത്യേക കൺസൾട്ട് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫാക്ടറി ഉണ്ടാക്കി കുറച്ചു കാലം കഴിഞ്ഞ് വിചാരിച്ച സംഖ്യ നേടിയപ്പോ അത് പൊളിഞ്ഞു. അതും പൊളിഞ്ഞു. എത്രണ്ണം പൊളിഞ്ഞു? സാസ്യരോട് ചോദിക്കണം, ഇപ്പൊ എത്രണ്ണം പൊളിഞ്ഞു? 2 എണ്ണം പാക്കറ്റ് ഇനി കുറെ വരാനുള്ളതാണ്. മൂന്നാമത്തെ വെച്ച് പിന്നീട് ഡെന്റൽ മെഡിക്കൽ കോളേജ് പല്ല് സുന്നികളുടെ എല്ലാവരുടെയും പല്ല് നന്നാക്കാൻ, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സുന്നികളുടെ പല്ല് നന്നാക്കാൻ, പല്ലിന് ക്ലിപ്പിടാനും ഓട്ടടക്കാനും കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഡെന്റൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പണം പിരിച്ചു. അതെന്തായി? ഉള്ള ഒരു പരിപാടി അതും മുങ്ങി. എത്രണ്ണം മുങ്ങി? 3 എണ്ണമായി. അടുത്ത വെച്ച് പിന്നെ ഒരു ട്രെൻഡിൽ പോയിന്റ് വരാറ് വന്നു. അത് പണം പിരിക്കാനുള്ള സംവിധാനം തന്നെയായിരുന്നു. അതങ്ങനെ തന്നെയാണ്. കായ് പിരിക്കാൻ, പണം പിരിക്കാനുള്ള പരിപാടിയാണ് പോയിട്ട് വരാറ് 4ാമത്തത്. അതുകൊണ്ടാണ് A to Z വരെയുള്ള
ഒപ്പുവെച്ചിട്ടുള്ള കരാറ് മുഴുവനും കേരളത്തിലുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങളിൽ ബിദ്അത്തുകാരോട് ഒന്നിച്ചിരുന്ന് അന്ന് ആശയം ചോർന്നു പോയിട്ടില്ല. ഒന്നിച്ചിരുന്ന് ഒപ്പുവെച്ച് തിരിച്ചു വരുന്നതിന് മുമ്പ് അയാൾ നാട്ടിലേക്ക് വിവരമറിയിച്ചു. ഞാൻ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നത് വരെ യുഎസിന്റെയോ സമസ്തയുടെയോ പ്രസിദ്ധീകരണങ്ങളിൽ ഒരിക്കലും ബിദ്അത്തുകാർക്കെതിരെ എഴുതാൻ പാടില്ല, പ്രസംഗിക്കാനും പാടില്ല. കാരണം കിട്ടിയ കാര്യം ഞാൻ തിരിച്ചു വാങ്ങുന്നത് പേടിച്ചിട്ടായിരിക്കാം, അല്ലാഹു അഅലം. ഏതായിരിക്കട്ടെ, ബിദ്അത്തുകാരുടെ കായ് കുറെ വാങ്ങി അതിന് ഫായിദയുടെ പണം എന്നാ പറയാ. പലിശ റിബ എന്നൊക്കെ പറയുമ്പോൾ അത് മോശമാണ്. ഫായിദ എന്ന് പറയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലേ, ഓൻ കള്ളുടിക്കണവനാണെന്ന് പറഞ്ഞാൽ മോശമാണ്, വെള്ളടിക്കണവനാണ് അത്ര ചെറിയ മോശം ഉണ്ടാവില്ല. അല്ല, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇത് പലിശപ്പണാണെന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അപ്പൊ ഫായിദന്റെ പണം കിട്ടാൻ വേണ്ടി ബിദ്അത്തുകാരോട് കൂടെ കൂടി. അതെന്തായി? സുന്നത്ത് ജമാഅത്തിന് അതിന്റെ ഒന്നാമത്തെ കരാർ മുതൽക്ക് അവസാനത്തെ കരാർ വരെ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകാര്യമല്ലാത്തതാണ്. പിന്നീട് വന്ന് അബ്ദുന്നൂർ പ്രസ്ഥാനം. അത് ശരി. അബ്ദുന്നൂർ ആരാ? ഒന്നിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റൂല. അബ്ദുന്നൂർ ബാഖവിയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂര് വെച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ കാന്തപുരം പറഞ്ഞത് എന്താ? കുറ്റിപ്പുറോ അബ്ദുന്നൂറോ? ഞാൻ അങ്ങനെ അറിയുന്നില്ല. അദ്ദേഹം വാക്കു നോക്കണം നിങ്ങൾ. ഞാൻ അയാൾ അറിയില്ല. ആരാബ്ദുന്നൂറ്? ഇവർക്ക് ഉണ്ട് എന്ന് പറയുന്ന അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ് കാന്തപുരം. ആ അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ ഓർഗനൈസർമാരിൽപ്പെട്ട ഒരാളാണ് അബ്ദുന്നൂറ്. അപ്പൊ ഒരു സംഘടനയുടെ സെക്രട്ടറിക്ക് ഓർഗനൈസർ അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ വലിയ സെറ്റപ്പ് ഉള്ള സംഘടന തന്നെ അല്ലേ? സെക്രട്ടറിക്ക് ഓർഗനൈസർ അറിയില്ല. എന്തിനാണ് ഈ പച്ച നുണ പറയണത്? പടച്ചോനത് കാണൂലേ, അള്ളത് കേൾക്കൂലേ? സെക്രട്ടറി പറയാൻ അതേ സംഘടനയുടെ ഓർഗനൈസറായ അബ്ദുന്നൂറിന് അറിയില്ല. രണ്ടാമത്തത്, അബ്ദുന്നൂറിന്റെ സ്ഥാപനമായ കുറ്റിപ്പുറത്തെ ഷാൻ എന്റർപ്രൈസസ് എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. മറുത്തുണ്ടെങ്കിൽ പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഉദ്ഘാടനം ചെയ്തത് ഈ കാന്തപുരം. എന്നിട്ട് പറയാൻ ഞാൻ അബ്ദുന്നൂറിന് അറിയില്ല. അറിയോ അറിയില്ല എന്നുള്ളതിന് സംബന്ധിച്ച തെളിവ് ഞങ്ങൾ മുമ്പിൽ കാണിക്കും. അദ്ദേഹം ബാക്കി പറയട്ടെ. അതാ വിഷയം. ഓരോന്ന് വരുമ്പോ ജനങ്ങളത് മറക്കും. ഒരു പിരിവ് കഴിഞ്ഞു, രണ്ടാമത്തെ പിരിവ് തുടങ്ങുമ്പോ ചോദിക്കേണ്ട ഉസ്താദ് ഒന്നാമത്തെ പിരിവ് എന്തായി എന്ന് അതുവരെ ചോദിക്കൂല. എന്നാ പോട്ടെ, മൂന്നാമത്തെ പിരിവ് തുടങ്ങുമ്പോ ഉസ്താദ് ആദ്യത്തെ രണ്ടെണ്ണം എന്തായി അതുവരെ ചോദിക്കൂല. പോട്ടെ, എന്നാൽ നാലാമത്തെ പിരിവ് തുടങ്ങുമ്പോ ഉസ്താദ് ആദ്യത്തെ മൂന്നെണ്ണം എന്തായി അതുവരെ ചോദിക്കൂല. അങ്ങനെ എന്തുണ്ടായാലും ചോദിക്കാത്ത മസ്തിഷ്കം മരവിച്ച കുറച്ച് അനുയായികൾ കാന്തപുരത്തിന് കിട്ടി എന്നത് അദ്ദേഹത്തിന്റെ സമ്പാദ്യമാണ്. ചിലരൊക്കെ ചോദിക്കാറ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇയാളെ പിന്നിൽ ആളുണ്ടല്ലോ, ആളുണ്ടാവുമല്ലോ. ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളത്. കാരണം ഇമാര് കുറച്ച് മനുഷ്യന്മാരല്ലേ ഉള്ളത്. ചിലപ്പോഴൊക്കെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇങ്ങനൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടും അവരുടെ പിന്നാലെ ആളുണ്ടാവുമല്ലോ. ഞാനങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് അതിനൊരു കാര്യം മനസ്സിലായി. എന്താ നിങ്ങള് മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ, മർക്കസിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ വ്യാഴാഴ്ചത്തെ ലീവ് കഴിഞ്ഞാൽ ശനിയാഴ്ച മർക്കസ് പോവാൻ. അവിടെ ഇങ്ങനെ താമസിച്ച് നോട്ടീസ് ഒട്ടിച്ചും പോസ്റ്റർ ഒട്ടിക്കാനുള്ള ബിരുദമൊക്കെ നേടി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരിക്കൽ ഒരു അനൗൺസ്. എന്താ അനൗൺസ്? ഇതാ ഇത്ര ബസ് മർക്കസിന് മുമ്പിൽ വരുന്നതാണ്, ആ ബസ്സിലേക്ക് ഇത്ര ക്ലാസ്സിൽ ഇത്ര കുട്ടികൾ കയറേണ്ടതാണെന്നൊരു അനൗൺസ്. ഈ അനൗൺസ് വന്ന കുട്ടികളൊക്കെ കുപ്പാൻ മാറ്റി ബസ് കയറുകയാണ്. എവിടാ പോണെന്ന് അറിയില്ല, എന്തിനാ പോണെന്ന് അറിയില്ല, എപ്പോഴാ വരികയെന്ന് അതും അറിയില്ല. അത് കയറി പോകുകന്നെ. അങ്ങനെ ബസ് കൊണ്ടുപോയി അതിന്റെ സമ്മേളന നഗരിയിൽ നിർത്തും. എല്ലാവരും ഇറങ്ങും, ചമ്മറം പടിയിട്ടിരിക്കും. നേതാക്കന്മാര് വരുന്ന പ്രസംഗിക്കുന്ന തിക്കിമീർ ചെല്ലുന്ന സ്വലാത്ത് ജലീവില് പിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി പോണും മർക്കസത്തിൽ ചോറയ്ക്കണ കിടന്നുറങ്ങണേ. അങ്ങനെയൊക്കെ നടന്നു പോകണം. ഇവിടെ വേറൊന്നുമില്ല കേൾക്കണില്ല, മാന്ത്രണ്ടന്മാരൊരു ഭാഗത്ത് മാത്രമാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വരുമ്പോ നാട്ടിൽ നടക്കുന്ന പരിപാടിയൊക്കെ കേട്ടിട്ട് ഇങ്ങനെന്ത് അതും വരെ കേൾക്കൂല. കാരണം നാട്ടിലേക്ക് പോകുമ്പോ 4 നോട്ടീസ് 2 റെസീറ്റുമായിട്ടാണ് പറഞ്ഞേക്കാം. സുലൈമാൻ നബിന് ജിന്നാളമാര് ഒരു വെറുതെക്കാൻ പറ്റൂല. 24 മണിക്കൂറും പണി തന്നെ. നിങ്ങൾ അന്തിക്ക് നോട്ടീസ് ഒട്ടിച്ചിങ്ങനെ നടക്കുക. വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച രാവിലെ മർക്കസ് പോകണമല്ലോ. ഈ നോട്ടീസ് ഇല്ലെങ്കിൽ റെസീറ്റായിട്ട് കൊടുത്തേക്കും. ഇനി നോട്ടീസും റെസീറ്റും ഇല്ലെങ്കിൽ പിന്നെ പറയുന്നത് വെറുതെക്കാൻ പാടില്ല. സമസ്തന്റെ മദ്രസയിൽ മൗലൂദുണ്ടെങ്കിൽ ഇവര് ഖുതുബിയത്തുകൾ നടത്തി വെറുതെക്കാൻ പാടില്ല. ഇവിടെ കുത്തുബിയത്താണ്, എവിടെ കുത്തറാത്തീവ് നടത്തണം, വെറുതെക്കാൻ പാടില്ല. ഇങ്ങനെ കുത്തിത്തിരിപ്പിൽ ബിരുദവും ഫിത്നയിൽ ബിരുദാനത്തിൽ ബിരുദവും നേടി മഹല്ലത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട ഹാജിയാരെ സൂചിപ്പിച്ചതുപോലെ മഹല്ലത്തിൽ ഇഫ്തറുണ്ടാക്കാൻ മാത്രം. അപ്പൊ ഈ സാധുക്കൾക്ക് വേറൊന്ന് കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കേൾക്കാൻ നിൽക്കുമ്പോഴാണ് ഇത് മാത്രമാണ് ലോകം, ഇത് മാത്രമാണ് ഞാൻ സത്യം എന്ന് കേൾക്കാൻ. അങ്ങനത്തെ പ്രവർത്തകരെ കേൾപ്പിക്കലാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ അങ്ങനെ അബ്ദുന്നൂർ പ്രസ്ഥാനം പറഞ്ഞ്
ലക്ഷം കൊടുത്താൽ 5000 രൂപ റെഡി. 1 ലക്ഷം കൊടുത്താൽ 5000 റെഡി. പാവപ്പെട്ട മുടിക്കുട്ടായ SSFന്റെ മൂല്യമാര് കുടുങ്ങിയില്ലേ? ഭാര്യമാരുടെ പണവും പണ്ട് മുഴുവനും പണയപ്പെടുത്തി വിറ്റും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണമെടുത്തും 1,00,000 കിട്ടുമല്ലോ എന്ന് കരുതി അബ്ദുന്നൂറിന്റെ പക്കൽ കൊടുത്തു അല്ലേ? ഒരു ബാങ്കും കൊടുക്കാത്ത പലിശ കൊടുക്കുന്ന അബ്ദുന്നൂറിന്റെ പക്കൽ കൊടുത്തു. അബ്ദുന്നൂർ ഇഷ്ടംപോലെ പണം കിട്ടി, കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടി. ആരാ കുടുങ്ങിയത്? ഞങ്ങൾ കുടുങ്ങിയിട്ട് ഒക്കെ നിങ്ങളാൾക്കാരാ കുടുങ്ങിയതിനാ ഞങ്ങൾക്ക് സങ്കടം. നിങ്ങൾ ഉസ്താദ് നിങ്ങളിങ്ങനെ പറ്റിക്കണുണ്ടല്ലോ എന്നുള്ളതിനാ ഞങ്ങൾക്ക് സങ്കടം. ഞങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാം. നിങ്ങൾ തന്നെയാണ് ഈ പറ്റിക്കണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടം ഉണ്ടായില്ലേ? ആയിക്കോട്ടെ. അങ്ങനെ ഇഷ്ടംപോലെ പണമായി ഓരോ കാലത്തിന് ഇറക്കിക്കൊണ്ടിരിക്കും മൊബൈൽ സംവിധാനമാണ്. ഈ പുതിയ കാലത്ത് അവരെ എത്ര കോടി രൂപ പിരിച്ചു. അവസാനം അവർ വിചാരിച്ച പരിപാടികളൊക്കെ ഇനി ഇതുമായി മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടപ്പോൾ അന്നത്തെ ഭരണസ്വാധീനം ഉപയോഗിച്ച് കുറച്ച് കള്ളനോട്ടുകളെല്ലാം പോലീസിന്റെ കയ്യിൽ കൊടുത്തി ഇതൊക്കെയാണുള്ളതെന്ന് പറഞ്ഞു. നല്ല നോട്ടുമായി അവർ പോയി. ഇപ്പൊ അതിന് നേതൃത്വം നൽകിയ ആള് അബുദാബി ഷെയ്ഖ് സാഹിബ് പാലസിൽ, രാജാവിന്റെ പാലസിൽ അവിടെ സുഖമായി ഫാമിലി ചെയ്തു ജീവിക്കാൻ. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഷെയ്ഖ് സാഹിബിന്റെ പാലസിലാണ്. ഇപ്പൊ ഇയാള് റിമാൻഡിലാണ്. അത് ഞാൻ ഇൻഷാല്ലാ ഞാൻ ആ രംഗങ്ങളൊക്കെ ഒന്ന് കാണിക്കും. എല്ലാം ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ഖ് പാലത്തിലാവുമ്പോൾ പോലീസോ ഇന്റലിജൻസോ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂല. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അത് ഞങ്ങളിങ്ങനെ മറന്നു വരികയാണ്. അപ്പോഴാണ് മുടി. അങ്ങനെയാണ് മുടിക്ക് ചാടിയത്. ഞാൻ ആദ്യം ഒരു മുടി എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എത്താപ്പത് മുടി അതിന് മുമ്പ് നല്ല ആളായിരുന്നു നമുക്ക് തോന്നുമല്ലോ. അത് തോന്നാതിരിക്കാനാണ് ഞാൻ മുമ്പ് കണ്ട സംഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ മുടിക്ക് ചാടി. മുടി ഇൻഷാല്ലാ പറയാം. അതിന് മുമ്പ് 1-2 കാര്യം കൂടി പറയാനുണ്ട്. ഈ അഖിലേന്ത്യാ ഓർഗനൈസർ ഇങ്ങനെ ലക്ഷക്കണക്കിന് ഉറുപ്പിക പിരിച്ച് ചില്ലറല്ലേ? ബിസ്മില്ലാ നല്ലോണം കൊടുക്കി. നമ്മടുത്ത് പിരിച്ച കായില്ല, മുടിയില്ല, കില്ലിയില്ല അല്ലേ? ഈ ഭാഗത്തുള്ള ആളുകളെ തൊഴിലാളികളാണ്. പടച്ചറബ് നമ്മുടെ ജോലികളിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ, തൊഴിലുകൾ അല്ലാഹു ഖൈറ് നൽകുമാറാകട്ടെ, നമ്മുടെ എല്ലാ ബിസിനസ് മേഖലകളിലും അല്ലാഹു നമുക്ക് ഫത്ഹ് നൽകുമാറാകട്ടെ. 100 രൂപ കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുത്തത് വരുത്തി തീർക്കാതെ നമ്മളാണ് ഇത് വിജയിപ്പിക്കുന്നത്. ഇതിന്റെ സംഘാടകർക്ക് ഇതിന്റെ പേരിൽ ഒരു ബാധ്യത ഉണ്ടാകരുത്. ഇത് ആദർശപരമായ ഒരു ജിഹാദാണ്. അള്ളാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് 10,000-കണക്കായ ആളുകൾ ലൈവായി നമ്മുടെ ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക ക്ലാസ് റൂമിലൂടെയും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മളെയും പടച്ച റബ്ബ് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്ക് പോലെ മനസ്സിലാക്കി അതിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായിരിക്കട്ടെ പറഞ്ഞിട്ടുള്ള അബ്ദുന്നൂർ തിരൂർ കോടതിയിൽ കീഴടങ്ങി. ഒരു കാര്യം ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ പറയാം. കോടികൾ കട്ടിട്ട് മുങ്ങി അബ്ദുന്നൂർ ഒരാഴ്ച മർക്കസ് സഖാഫത്തുൽ സുന്നിയിൽ താമസിപ്പിച്ചു. വെറുതെ പറയല്ല. അതിന്റെ രേഖകൾ നമ്മുടെ നേതാക്കന്മാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടുണ്ട്. അബ്ദുന്നൂറിന് അറിയില്ല അല്ലെ? ഒരാഴ്ച അവിടെ താമസിച്ചു. വിവരമറിഞ്ഞപ്പോൾ നമ്മൾ നേതാക്കന്മാർ അറിയിച്ചു, ഫുലാൻ അവിടെ താമസിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മർക്കസുമായി ബന്ധപ്പെട്ട് 3 ഫോർമുല പറഞ്ഞു. ഒരു ഫോർമുല എന്താണ്? ഇതാ ഞങ്ങൾ മർക്കസ് ഒന്ന് റെയ്ഡ് ചെയ്ത് അയാളെ പിടിച്ചുകൊണ്ടുവന്നൊക്കെ ക്ഷീണാണ്. രണ്ടാമത് അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കണം. രണ്ടിനും സമ്മതമില്ലെങ്കിൽ അയാൾക്ക് മാന്യമായി കീഴടങ്ങാൻ സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലുള്ള മന്ത്രിയുമായി ബന്ധപ്പെട്ട് അബ്ദുന്നൂറിന് കീഴടങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതാണ്. മറുത്തുണ്ടെങ്കിൽ പറ, ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറുപടി പറ. അപ്പൊ അതിന്റെ വാക്കിയാണ് പറയും. കുറെ കാലമായി നിങ്ങൾ ഈ തട്ടിപ്പോയിട്ട് നടക്കണേ. ഇനി നിങ്ങളെ വെറുതെ പെടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും നിങ്ങളുടെ അഖിലേന്ത്യാ ഓർഗനൈസർ തിരൂർ കോടതിയിൽ കീഴടങ്ങിയ രംഗം കാണി. വാർത്തകളിൽ വിശദമായി. നിക്ഷേപകരുടെ കോടികളുമായി മുങ്ങിയ കുറ്റിപ്പുറം സ്റ്റാൻഡ് എന്റർപ്രൈസസ് ഉടമ കമാൽ അബ്ദുൽ കോടതിയിൽ കീഴടങ്ങി. അഭിഭാഷകനൊപ്പം ചൊവ്വാഴ്ച 3 മണിയോടെയാണ് അബ്ദുൽ തിരൂർ കോടതിയിൽ എത്തിയത്. 14 ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് അഭിഭാഷകൻ KK സമദുനൊപ്പം കമ്പാല മുഹമ്മദ് അബ്ദുന്നൂർ അതീവ രഹസ്യമായി തിരൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ കീഴടങ്ങിയത്. നിലവിലുള്ള 9 കേസുകളിൽ 3 കോടതി അബ്ദുന്നൂറിന് ജാമ്യം അനുവദിച്ചു. എന്നാൽ മറ്റു 6 കേസുകളിൽ ജാമ്യം നൽകാതെ കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതി സമർപ്പിച്ച ഹർജി തള്ളിയതിനെ തുടർന്നാണ് പ്രതി കോടതി കീഴടങ്ങിയത്. അപ്പൊ നമ്മൾക്ക് വിവരം കിട്ടിയത് പ്രകാരമുള്ള 9 കേസിനാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി.
ആ 9 കേസിൽ 3 കേസിൽ ഇപ്പോൾ കോടതി ജാമ്യം ലഭിച്ചു. ആ 3 കേസും ചെക്ക് കേസാണ്. മറ്റ് 6 കേസുകളിൽ പ്രതിയെ 12 പ്രവൃത്തി വരെ റിമാൻഡ് ചെയ്തു. അദ്ദേഹം ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലുള്ള സമയത്താണ് അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് കിട്ടിയ നിയമോപദേശ പ്രകാരം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. നമുക്ക് കിട്ടിയ പ്രതിയുമായി ബന്ധപ്പെട്ട പ്രതിക്കെതിരെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളിലാണ് ഹാജരാക്കിയിട്ടുള്ളത്. ബാക്കി കേസുകളിൽ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ബാക്കി നടപടികൾ പൂർത്തിയാക്കും. കുറ്റിപ്പുറത്തെ ഷാൻ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നിക്ഷേപകർക്ക് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തു. ദിക്റുമുട്ടി കോടതിയിൽ കീഴടങ്ങുമ്പോൾ അബ്ദുനൂറിന് വേറെ ദിക്റുമുട്ടി. ഇവരെ വിശ്വസിക്കാൻ ഇത് കണ്ട പോലീസുകാരെന്താ കരുതുക? മൂല്യന്മാരെ കയ്യുമ്മലും തങ്ങന്മാരെ കയ്യുമ്മലൊക്കെ ദിക്കലുണ്ടോ? ഇതേ സാധനം തന്നെ ഈ കള്ളന്മാരെ കയ്യുമ്മലെന്ന് കരുതിയാലേ ഇവര് ഖിയാസാക്കൂലേ? കൂടുതലൊന്നും പറയുന്നില്ല. 100 കോടിയോളം രൂപ തട്ടിയെന്നാണ് കേസ്. കുറ്റിപ്പുറത്ത് 2008 രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി അബ്ദുന്നൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങി പ്രതി മുങ്ങുകയായിരുന്നു. തുടർന്ന് കുടുംബസമേതം ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. കബളിപ്പിക്കപ്പെട്ട 1200ഓളം വരുന്ന നിക്ഷേപകർ വിവിധ പോലീസ് മേധാവികൾക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഇതിനുശേഷമാണ് ഒരാഴ്ച മുമ്പ് അബ്ദുന്നൂറിന്റെ 3 കൂട്ടാളികളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. അബ്ദുന്നൂർ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി കോടതിയിൽ കീഴടങ്ങിയത്. പ്രതി കോടതിയിൽ ഹാജരായെന്നറിഞ്ഞ് നിരവധി നിക്ഷേപകരാണ് തിരൂർ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നത്. പ്രതിയെ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കും. ന്യൂസ് ബ്യൂറോ, തിരൂർ. ഇങ്ങനെയുള്ള വിവാദങ്ങൾ പുറത്തു വന്നു. കാന്തപുരം പറഞ്ഞ എനിക്ക് അബ്ദുന്നൂറിനെ അറിയില്ല. അബ്ദുന്നൂറിനോട് ചോദിച്ചു, നിങ്ങൾ 100 കോടിയുടെ കണക്ക് ഹാജരാക്കാമോ? അയാൾ പറയും 45 കോടിന്റെ കണക്ക് ഞാൻ പറയില്ല, ഒക്കെ ഞാൻ പറയാറ്. അന്താണ് 45 കോടിന്റെ പറയാത്തത്? അത് നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെവിടെയല്ല, പൂച്ച കൂട്ടു തന്നെ ഉണ്ട്. കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ, ഇങ്ങനത്തെ വിവാദങ്ങൾ വന്നു. അപ്പൊ ഇയാൾ ഞാൻ അബ്ദുന്നൂറിനെ അറിയില്ല. അപ്പോൾ നമ്മൾ അബ്ദുന്നൂറും കാന്തപുരവും ഒരേ വാഹനത്തിൽ യാത്ര ചെയ്തൊരു പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ച വാഹനത്തിൽ കയറി പോകുന്ന വീഡിയോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി. ചാവക്കാടിനടുത്തൊരു കടപ്പുറത്ത് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുന്നു കാന്തപുരം. ആ കാറിലാണ് വരുന്നത്. ഈ പറയപ്പെട്ട അബ്ദുന്നൂറിന്റെ കാറിൽ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന അബ്ദുന്നൂറിന്റെ കാറിൽ 2 പേരും യാത്ര ചെയ്തു വരുന്നു. ഇന്ന് ആ കാർ എവിടെയാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അരങ്ങുന്നു കളി, കൂടുതൽ പറയുന്നില്ല. എന്നാ സംഭവം 2008 നവംബർ 10 2008 നവംബർ 10 ചാവക്കാടിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ലക്ഷങ്ങൾ വിലമതിക്കുന്ന അബ്ദുന്നൂറിന്റെ കാറിൽ 2 പേരും യാത്ര ചെയ്ത് പരിപാടി കൊടുക്കും. ആ പാടിനെ 2 പേരും ആ വാഹനത്തിൽ തിരിച്ചു പോകുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ അബ്ദുന്നൂറിനെ അറിയില്ല. ഈ പരിപാടി കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് അബ്ദുന്നൂർ മുങ്ങിയത്. അബ്ദുന്നൂറിന്റെ തട്ടിപ്പുമായി കാന്തപുരത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ചില്ലറമായ വിഷയമല്ല. ഇത് കാലമേറെയാണ്. കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. വസ്തുനിഷ്ഠമായി ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തെളിവുകളാണിത്. ഇതിനെതിരെ ഇന്നുവരെ കാന്തപുരം ശബ്ദിച്ചിട്ടില്ല. കാന്തപുരം ഇതിനെതിരെ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇത് വ്യാജമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല എന്ന് 2 ആളും നിഷേധിച്ചിട്ടില്ല. പോട്ടെ. നമ്പർ മറക്കണ്ട. കാന്തപുരം ഉണ്ടാകും ചർച്ചയിൽ വരാൻ പോണ വിഷയമാണ്, പത്രത്തിൽ വരാൻ പോണ വിഷയമാണ്. എന്നിട്ട് പറയാം ഞാൻ അബ്ദുന്നൂർ കുറ്റിപ്പുറം തന്നെ അറിയില്ല എന്നാ മുമ്പേ പറഞ്ഞു. കുറ്റിപ്പുറം എന്ത് കുറ്റിപ്പുറം, എന്ത് അബ്ദുന്നൂർ? അപ്പൊ ഈ നിലക്കുള്ള കളവുകളൊക്കെ പറഞ്ഞ് സമുദായത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഹാലിൽ നടക്കുക. ഞങ്ങൾക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് വിഷയങ്ങൾ. ഇപ്പൊ അവസാനമായിട്ട് അദ്ദേഹം നടത്താനിരിക്കുന്ന ഒരു തട്ടിപ്പിലെ രൂപ, അത് പിന്നെ നമ്മൾ പിടിച്ചതുകൊണ്ട് അത് എവിടെത്തുന്ന അറിയില്ല. അത് നമ്മളൊക്കെ കേട്ടത് അന്നാ സാധന കാര്യങ്ങളെ കാണിക്കാം. എന്താ വിഷയം? ബഹുമാനപ്പെട്ട സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖബർ ഷരീഫിന്റെ മുകളിൽ മുടിയിട്ടുള്ള ഒരു 250 കൊല്ലം 350 കൊല്ലം പഴക്കമുള്ള ഒരു തില്ല മൂപ്പര് വില പറയാൻ വേണ്ടി പോയൊരു വിഷയമുണ്ട്. അത് അദ്ദേഹം പറയട്ടെ. അതിനുള്ളിൽ ചില ഹിക്മത്തോടുകൂടി അതുകൊണ്ട് ഞാൻ നിങ്ങൾ കേൾപ്പിക്കും. ആ തില്ലയും നിങ്ങളെ ഞാൻ കാണിക്കും. തങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മെനയാന്ന് രാത്രി
മദീന മുനവ്വറയിൽ ഒരു പഴയ കില്ല കണ്ടു. മദീനത്ത് നേരത്തെ എഴുതി ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ മൂടിയിരുന്ന ഒരു ഖുബ്ബ സൗദി ഭരണം വന്നിട്ടിപ്പോ ഏകദേശം 100 കൊല്ലത്തിന്റെ അടുത്തായി. ആ കൊല്ലം വരുന്നതിന്റെ 250 കൊല്ലം മുമ്പ് നെയ്തുണ്ടാക്കപ്പെട്ട ഈ കില്ല, അതിൽ 2 ഹദീസ് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ അത് കാണുകയില്ല. ഒന്ന് മൻസാറ ഖബരി വജബത ലഹു ശഫാഅത്തി എന്ന് അന്നത്തെ കില്ലയിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് അതേ കില്ലയിൽ എഴുതിയതാണ് ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. ആ ചെറിയ അണ്ടങ്ങള് അത് കണ്ട കാരണം മുമ്പത്തെ നമ്മൾ പരിചയം അനുസരിച്ചാണ് നമ്മൾ പറയണത്, അല്ല വേറൊന്നും ഉണ്ടായിട്ട് പറയല്ല. കാരണം വേണുഗോപാലായിട്ടുള്ള അഭിമുഖത്തിൽ 20 സീറ്റ് മുസ്ലിം ലീഗ് നേടിക്കൊടുത്ത് ഞാനതൊക്കെ പറയുമ്പോ മൂപ്പര് ചെറിയൊരു ചെറിയുണ്ട് അല്ലേ, ആ ചെറിയാണത്. ആ അപ്പൊ 260 360 കൊല്ലം മുമ്പ് മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ മൂടിയ ആ കില്ല, ആ കഷ്ണം, ആ വലിയ വിലപിടിപ്പുള്ള ഞാനതിൽ സൂക്ഷിച്ച ആളോട് ചോദിച്ചു, ഇത് നമുക്ക് തരുമോന്ന്. അതെന്തിനാ മൂപ്പര് മെല്ലെ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ അതേ ഒച്ചയിൽ അതും പറഞ്ഞുകൂടിയോ? അപ്പൊ ഈ കില്ല കണ്ടപ്പോ കില്ല സൂക്ഷിച്ച ആളോട് ചോദിച്ചു, അത് എനിക്ക് തരുമോ? അത് ചോദിച്ചപ്പോ സൂക്ഷിച്ച ആൾ എന്തേ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. അയാൾ പറഞ്ഞു ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. കാരണം കാര്യങ്ങൾ കുറെ ഇയാൾക്ക് കൊടുത്തിട്ട് അതിന്റെ ക്ഷീണം തരം മാറിയിട്ടില്ല. അത് മൂപ്പർക്ക് ഇവിടെ പലതും കൊടുത്തോലോ പലരും, അതിന്റെ ക്ഷീണം തരം മാറിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് തരാൻ ആലോചിക്കാന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാണ് പോട്ടെ. പക്ഷേ $5 മില്യൺ ഇതിന് വില പറഞ്ഞിട്ടും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് അയാൾ ആ കൂട്ടത്തിൽ പറഞ്ഞു. അപ്പൊ $5 മില്യൺ വില പറഞ്ഞതും കൊടുത്തിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു. ഇതിനുള്ളിൽ നമ്മൾ കിട്ടാബോധ്യ മൂല്യന്മാരാണല്ലോ, അപ്പൊ നമുക്ക് ഇതിന് കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇനി ഞാനെങ്ങാനത് വില പറഞ്ഞു വാങ്ങുകയാണെങ്കിൽ ഞാനതുകൊണ്ട് ഇത് കുറക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഒരു $6 മില്യൺ ഞാൻ വില പറയുകയും അത് വാങ്ങുകയും ചെയ്താൽ നമ്മുടെ നാട്ടിൽ മറ്റൊരു പിരിവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതും മറ്റൊരു ഫ്ലക്സ് പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്തായിരിക്കും ആ ഫ്ലക്സിലുണ്ടാകുക? തിരുക്കില്ലക്കൊരു ഉത്തമ കേന്ദ്രം. അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ നിന്ന് അതിനപ്പുറത്തും പോകണ്ട, പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന ഫ്ലക്സ് നടുവിലും വളവിലും തീവിലൊക്കെ വെച്ച് 1.5-2 കൊല്ലം മഴയും വെയിലും കൊണ്ട് ഫ്ലക്സിനൊരു മാനക്കേടായി. എത്താപ്പോ ഞാനിങ്ങനെ നിൽക്കണെന്ന് കുറെ കാലമായല്ലോ. ഏതിലുണ്ടാകുന്ന മാനക്കേട്, അങ്ങനെ റുക്കൂന് സുജൂദിലായിട്ട് ഫ്ലക്സ് ഒക്കെ വീണുപോയി. ഏതായിരിക്കട്ടെ, ഇനി ഇങ്ങനൊരു ഫ്ലക്സ് നമുക്ക് പ്രതീക്ഷിക്കാം. തിരുക്കില്ലക്കൊരു ഉത്തമ കേന്ദ്രം ആയിരിക്കട്ടെ. എന്നിട്ട് അതിന് വാങ്ങാൻ ഇബ്രാഹിം സാഹിബിന് പോയിട്ട് ആളുകളെ ഉണ്ടാവുള്ളൂ. അതിന് വാങ്ങാൻ ഇബ്രാഹിം സാഹിബിനെ പോയിട്ട് ആളെ ഉണ്ടാവുള്ളൂ. അതായത് ഇബ്രാഹിം CM ഇബ്രാഹിമാണ്. കാരണം CM ഇബ്രാഹിമിന് കായ് കൊടുക്കുമെന്ന് നമുക്കൊരു ഉറപ്പൊന്നുമില്ല. കാരണം മൂപ്പർക്ക് ചിന്ത മാറിയിട്ടുണ്ടെന്നാണ് അപ്പൊ കേൾക്കുന്നത്. കാരണം ഈ മുടി ഉണ്ടാക്കാൻ പോകുന്ന മുടിപ്പള്ളിക്ക് വായുവിൽ തക്കലിട്ട സമയത്ത് അയാൾ 5 കോടി രൂപ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു എന്ന് പറയുകയും 1 കോടി രൂപ ഞാനിത് ഇപ്പോൾ കൊടുക്കുന്നു എന്ന് പറയുമെങ്കിൽ 1 കോടി രൂപ കൊടുത്തു. ആ 1 കോടി രൂപ കൊടുത്തിട്ട് 1.5-2 കൊല്ലം കഴിഞ്ഞ് ആ 1 കോടി രൂപ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തുമ്പ വരാവാല ഒരു തുമ്പും വാങ്ങൂല്ല. അപ്പൊ ഇനി ഇതേമാതിരി ആയിരിക്കും ബാക്കിയത് മനസ്സിലായിട്ട് CM ഇബ്രാഹിം കാതപുരമായി ഇപ്പോൾ അകൽച്ചയിലാണെന്നാണ് കേൾക്കുന്നത്. കാരണം CM ഇബ്രാഹിം പിന്നെ കർണാടകയിൽ 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള കോൺഗ്രസിന്റെ സീറ്റിൽ മത്സരിച്ചു. എല്ലാ ആളുകളും വിജയിച്ചു. കാന്തപുരത്തിന്റെ ആശീർവാദത്തോടുകൂടെ സ്ഥാനാർത്ഥിയായി നിന്ന CM ഇബ്രാഹിം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹത്തിന് എത്രത്തോളം വിശ്വാസം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. അപ്പൊ ഏതായിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ ആ കില്ല കാണാം. ആ കില്ലക്കാണ് അദ്ദേഹം വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കില്ലന്റെ മധ്യത്തിൽ പിടിച്ചത് കാന്തപുരമാണ്. ഇപ്പുറത്തെ തട്ടിട്ടിരിക്കുന്ന ആളുടെ കയ്യിലാണ് കില്ല ഉള്ളത് എന്ന് പറയപ്പെടുന്നു. ഏതായിരിക്കട്ടെ, കാര്യങ്ങൾ ഇപ്പൊ മക്കളെ അങ്ങനെയൊക്കെയാണുള്ളത്. ഏതായാലും പൊടിയും കൂടി ഒന്ന് പറഞ്ഞിട്ട് മുടിന്റെ ആധികാരികയിലേക്ക് നമ്മൾ കടക്കാൻ. നമ്മക്കറിയാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിം കഴിഞ്ഞ റബീഉൽ അവ്വൽ 11 ഡേറ്റ് മറക്കണ്ട. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 11 രാത്രി
കുണ്ടൂരിൽ നടന്ന ഉറൂസിന്റെ സമ്മേളനത്തിൽ പറഞ്ഞു, ഇതാ നാളെ നിങ്ങൾക്ക് തരുന്ന മുടിവെള്ളത്തിൽ ഇതാ റൗളയിൽ നിന്ന് കിട്ടിയ പൊടിയും കൂടെ ചേർത്ത് കുലുക്കി കലക്കി കുപ്പിയിലാക്കി നിങ്ങൾക്ക് തരുന്നു. അല്ലാഹു അക്ബർ. അങ്ങനെ പിറ്റേന്ന് കൊടുക്കുകയും ചെയ്തു. ഇല്ലാന്നല്ല, കൊടുക്കുകയും ചെയ്തു. നമ്മൾക്കൊന്നേ പറയാനുള്ളൂ, പരിശുദ്ധമായ റൗള ഷരീഫിൽ നിന്ന് അങ്ങനെ ഒരു പൊടി കിട്ടിയാൽ, സപ്പോസ് കിട്ടിയില്ല നമുക്ക് വേറെ ചർച്ച ചെയ്യാം, അങ്ങനെ കിട്ടിയാൽ തന്നെ അത് കൊണ്ടുവരാമോ ഇല്ലയോ? ഇസ്ലാമികപരമായ മാനദണ്ഡം എന്താണ്? അല്ലെ അദ്ദേഹം പറഞ്ഞത് എന്താ? അവിടെ സ്ഥിരമായി തുടക്കാറുണ്ട്. റസൂലുള്ളാഹിന്റെ ഖബറ് തുടക്കൽ പോയിട്ട് തുറക്കാറുണ്ട്. അതല്ല തുടക്കല്. ഏതായാലും നമ്മളിതിനെ പറ്റി ചന്ദനപ്പൊടി ഇടാറുണ്ട്. മൂപ്പര് പറഞ്ഞുകൊടുത്ത് വേച്ചതേക്കാറ്, കേരളത്തിന്റെ ഓർമ്മയ്ക്ക് പറഞ്ഞതേക്കാറ്, വേച്ച കുറെ ആയതല്ല. ഏതായാലും ഇരിക്കട്ടെ, മൂപ്പർക്ക് അവിടുന്ന് കിട്ടിയ പൊടിയും കൊണ്ട് മൂപ്പര് കേരളത്തിൽ വന്നു അങ്ങനെ കൊടുത്തു. ഇത് കാന്തപുരം എഴുതിയ പുസ്തകമാണ്. അവതാരികയായിട്ട് കാന്തപുരം എഴുതിയ പുസ്തകമാണ്. ഇതിന്റെ പേര് അൽ ഹജ്ജ് എന്നാണ്. ഈ പുസ്തകത്തിന്റെ 268 പേജിൽ ഒരു ഹെഡിങ് കാണാം. മദീന മുനവ്വറിൽ ശ്രദ്ധിക്കേണ്ടവായ ഇതൊരു ഹെഡിങ്ങുണ്ട്. അതിൽ നമ്പറിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്തത് 9ാമത്തെ കാര്യം ഞാൻ മദീന ഹറമിൽ വെച്ച് വേട്ടജീവികളെ നശിപ്പിക്കരുത്, അവിടെയുള്ള മരമോ ചെടിയോ മുറിക്കലും കല്ലോ മണ്ണോ ഹറമിന് പുറത്തു കൊണ്ടുപോകലും പാടില്ലാത്തതാകുന്നു. ഈ മണ്ണോ എന്ന് ചോദിച്ചതുണ്ടല്ലോ, അതാണ് തുറുബത്ത് ഹുജറത്ത് ഷരീഫ എന്ന് മൂപ്പര് പേരിട്ട സാധനം. അത് കിട്ടാൻ ഹറം കൊണ്ടുപോകാൻ പാടില്ലെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതടിസ്ഥാനത്തിലോ പൊടി കിട്ടിയാൽ തന്നെ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ പൊടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞതോ രണ്ടും ഒരാളാണ്. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം, പൊടി കൊണ്ടുവന്നു എന്നത് സത്യമാണെങ്കിൽ ഇതിൽ എഴുതിയത് നുണയാണ്. ഇത് സത്യമാണെങ്കിൽ പൊടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് നുണയാണ്. രണ്ടാൽ ഒന്ന് നുണയാണ്. അത് ഏതാണെന്ന് സമുദായത്തോട് തുറന്നു പറയണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിൽ കിട്ടിയതിന് കൊണ്ടുവരാൻ പാടില്ല എന്ന് ഈ പുസ്തകത്തിന്റെ 268 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണല്ലോ, ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ മതി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായിരിക്കട്ടെ, ഇങ്ങനെ കളവ് പറയുന്ന മനുഷ്യന്മാരെ പറ്റി പേരോടിനൊരു ഉദാഹരണം പറയട്ടെ. ഞങ്ങൾക്ക് മനസ്സിലാണില്ല. മൂപ്പര് പറയും, ഇങ്ങനെ ഈ കളവ് തലയും കെട്ടി പറയാൻ നമുക്ക് മനസ്സിലാണില്ല. നിങ്ങൾക്ക് മനസ്സിലാകാതെ പോലെ ഞങ്ങൾക്ക് മനസ്സിലാകണില്ല. കാരണം ആലിമീങ്ങളാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതിന്റെ പേര് കുരുത്തക്കേടാമാക്കണം. തുടക്കം പേച്ചുപോയി. ആ തുടക്കം പേച്ചത് കൊണ്ടാണ് ഇതൊക്കെ എങ്ങനെ വരുന്നത്. മാത്രമല്ല, എന്തെല്ലാം തട്ടിപ്പ് അടുത്ത കാലത്ത് ഇവർ നടത്തി. നമ്മൾ 85ാം വാർഷിക സമ്മേളനം കഴിഞ്ഞല്ലോ നമ്മൾ കൂരിയാട് വെച്ച്. ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുത്തു. പലരും വേദി പോലും കാണാതെ തിരിച്ചു പോരേണ്ട ഘട്ടം വന്നു. ആ സമ്മേളനം നടക്കുന്നതിന്റെ മുമ്പ് നടന്ന ക്യാമ്പുകൾ, ഒരുപാട് 10,000-കണക്കായ ആളുകൾ പങ്കെടുത്ത ക്യാമ്പുകൾ, ആ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ സിറാജിൽ ഒരു വാർത്ത വന്നു. നെറ്റിലൂടെയും ക്ലാസ് റൂമിലൂടെയും അവർ പ്രചരിപ്പിച്ചൊരു വാർത്ത. എന്തായിരുന്നു വാർത്ത? സമസ്ത സമ്മേളന നഗരിൽ ജമാഅത്ത് നേതാക്കന്മാർക്ക് സ്വീകരണം എന്ന പേരിൽ അവർ വ്യാപകമായി പ്രചരിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. വാർത്ത ചർച്ചയായി. സിറാജിൽ വാർത്ത വന്നു. നമ്മുടെ പ്രവർത്തകന്മാർ നേതാക്കന്മാരോടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർത്ത ഉണ്ടല്ലോ, ജമാഅത്ത് നേതാക്കന്മാർക്ക് സമസ്ത സമ്മേളന നഗര സ്വീകരണമോ? ഈ സമസ്ത ഉണ്ടാക്കിയത് തന്നെ ബിദ്അത്തുകാർ എതിർക്കാനാണ്. ആ ബിദ്അത്തുകാർക്ക് നേതൃത്വ സ്വീകരണം കൊടുക്കാതെ പറഞ്ഞ വലിയ വിഷയമാണല്ലോ. അപ്പൊ നേതാക്കന്മാർ ചോദിച്ചു, എവിടെയുള്ളത്? സിറാജിലാണുള്ളത് എന്നാണ് 10 ആലോചിച്ചാൽ 11 നമ്മൾ ആലോചിച്ചപ്പോ ഇതിനെ തട്ടിപ്പ് മനസ്സിലായി. അത് നോക്കി നിങ്ങൾ ഓരോ കൊടുത്തതും അതിന്റെ യഥാർത്ഥ സ്ക്രീൻ നോക്കിയാൽ കാണാം. മോനെ വലുതാക്കി. സിറാജിൽ വിളിച്ചത് എന്താണ്? ആ ഫോട്ടോ, ആ വാർത്തയെ നോക്കുക. ഇതാണ് അവര് പ്രചരിപ്പിച്ചത്. ആ ഫോട്ടോ ഇനി വലുതാക്കി അത് കാണിക്കും. അവര് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാർ. ഒന്നാമത്തെ നേതാവായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒന്നാമത്തെ നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, ചമ്മാട് ദാറുൽ വൈസ് ചാൻസലർ, ഒന്നാമത്തെ ജമാഅത്തെ ഇസ്ലാമി. രണ്ടാമത്തെ ജമാഅത്ത് ഇസ്ലാമി ആരാ? ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി. ആരാ മുഹമ്മദ് ഹാജി? സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനമുണ്ട്, വെളിമുക്ക് ക്രസന്റ്, അതിന്റെ മാനേജർ മുഹമ്മദ് ഹാജി രണ്ടാമത്തെ ജമാഅത്തുകാരൻ. മൂന്നാമത്തെ ജമാഅത്തുകാർ SV മുഹമ്മദ് മാസ്റ്റർ, SKSSF സംസ്ഥാന സെക്രട്ടറി, മൂന്നാമത്തെ ജമാഅത്തുകാരൻ. നാലാമത്തെ ജമാഅത്തുകാരൻ കാടാമ്പുഴ മൂസ ഹാജി. ആരാ കാടാമ്പുഴ മൂസ ഹാജി? സമസ്ത സമ്മേളന നഗരിൽ ഫുഡ് ഉണ്ടാക്കിയ ഫുഡ് കമ്മിറ്റിയുടെ കോർഡിനേറ്റർ കാടാമ്പുഴ മൂസ ഹാജി. നിങ്ങളും പോയി അതിന്റെ ഇടയ്ക്കൊക്കെ ഒരു പുതിയ വാങ്ങി മുങ്ങിയല്ലോ. ആ ഭക്ഷണമുണ്ടാക്കിയ കമ്മിറ്റി
കോർഡിനേറ്റർ കാനാമ്പുഴ മൂസഹാജി, ഇവരുടെ ഫോട്ടോ കൊടുത്തു നിങ്ങൾ സെൻസിംഗ് പ്രസിദ്ധീകരിച്ചു. ഇവരുടെ ഫോട്ടോകൾ നിങ്ങൾ വ്യാപകമായി കൊടുത്തു. ഞാനത് കാണിക്കാൻ അവിടെ നേരില്ല. വ്യാപകമായി ഇവരെ കൊടുത്തു, സെൻസിംഗിൽ കൊടുത്തു, അവർ സിറാജിൽ കൊടുത്തു, പല പത്രങ്ങളിലും അവർ കൊടുത്തു. ഇന്ന് വരെ അത് അവർ തിരിക്കിട്ടില്ല. ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോട് കൂടെ ചോദിക്കുകയാണ്, ആ പങ്കെടുത്ത 4 ആളുകൾ ജമാഅത്തുകാരാണെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇവരുടെ കള്ളത്തരത്തിന്റെ ഊക്കാണ്, അവരുടെ കിബറിന്റെ ധാർഷ്ട്യം കൊണ്ടാണ് ഇന്നുവരെ അതവർ തിരുത്തുകയോ ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത് നോക്കി ഇവർ മറ്റൊരു തട്ടിപ്പ് കൂടെ നോക്കൂ. സ്ക്രീനിലേക്ക് നോക്കി അതൊക്കെ കാണാം. 2 സിറാജ് കാണാം. സ്ക്രീനിലേക്ക് നോക്കിയാൽ 2 സിറാജ് കാണാം. എന്താ സിറാജിലുള്ളത്? ആ സ്ക്രീനിൽ സിറാജിൽ എന്താ ഉള്ളത്? ഇവർ തറക്കല്ലിടൽ നടത്തി. തറക്കല്ലിടുന്ന അന്ന് വരെ പത്രത്തിൽ കൊടുത്തു ഷാരെ മുബാറക്ക് പള്ളിക്ക് തറക്കല്ലിടുന്നു. തറക്കല്ലിട്ടതിന് പിറ്റേത്തെ പത്രത്തിൽ മസ്ജിദുൽ ആസാറിന് ശിലയിട്ടു. ഒരേ ഡേറ്റിൽ 2 സിറാജാണ്. നിങ്ങൾക്ക് അതിനെ ശിലട്ടത് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് അതിനെ ശിലട്ടത് ഇത് ഒരേ ഡേറ്റിൽ 2 സിറാജാണ്. ഒന്നിൽ ആദ്യത്തെ പോലെ മസ്ജിദുൽ പുതുചരിത്രം അല്ലെ, ഞങ്ങൾക്ക് കാണാതെ പഠിപ്പിൽ ഇങ്ങനെ പറയപ്പോഴൊക്കെ ഇത് കുറെ കാലം പറഞ്ഞിട്ട് മസ്ജിദുൽ ആസാറിന് ശിലയിട്ടു. അതേ മറ്റ് സിറാജിൽ ഷാരെ മുബാറക്ക് മസ്ജിദിന് ശിലയിട്ടു. പച്ചക്കള്ളമെഴുതി. അവ നമ്മൾ അന്വേഷിച്ചു. അവ നോക്കുമ്പോ ഈ ഷാരെ മുബാറക്കിന് ശിലയിട്ടുന്നത് ഗൾഫ് ഡിഷനാണ്, മറ്റ് നാട്ടിൽ ഡിഷനാണ്. അപ്പൊ അറബികളോട് ഷാരെ മുബാറക്കേണ്ട കായങ്ങി. അപ്പൊ അതിന് മസ്ജിദുൽ ആസാർ നിർത്ത് വന്നത് മുടിക്കുട്ടികൾ തന്നെ അർത്ഥം വെച്ചു കൊടുക്കുമ്പോൾ മസ്ജിദുൽ ആസാറാണ് കായ് എന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ കായ് ഇച്ചാൽ കൊടുക്കേണ്ടി വരും. പിന്നെ കുട്ടിയാത് പിന്നെ കണ്ണു നോക്കിയിട്ടാണ് ഒഴിച്ചാൽ പിന്നെ സംഗതികൾ തീരുമാനമാവുകയും ചെയ്യും അല്ലേ? ഇത് നിങ്ങൾ സിറാജിൽ കൊടുത്ത വാക്കാണ്. ഇന്നുവരെ നിങ്ങൾ തിരുത്തിയിട്ടില്ല. കൂടുതൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ മുടി കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ മുടി കിട്ടാൻ പോകുന്ന ആള് മഹാനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കള്ളക്കഥകൾ, കള്ള സ്വപ്നങ്ങൾ നിങ്ങൾ ഇവിടെ പറഞ്ഞുണ്ടാക്കി. ഇതിനെ കീഞ്ഞു വന്നോ? കള്ള സ്വപ്നങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ സ്വപ്നം കാണാൻ വേണ്ടി ഹോൾസെയിലായിട്ട് പകരക്ക് നിങ്ങൾ കരാറ് കൊടുത്തു. അങ്ങനെ പകരാഴ്ച സ്വപ്നം കാണുന്ന പ്രസംഗിക്ക് നിങ്ങൾ സീഡിയാക്കണ്, ഇറക്കണ്, കായ് വാങ്ങണ്, മുണുങ്ങണ്. അങ്ങനെ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയി അല്ലേ? എന്തെല്ലാം സ്വപ്നങ്ങൾ. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ആ സ്വപ്നത്തിലേക്ക് കടത്തുന്ന ഒരുപാട് പറയേണ്ടി വരും. അഖില ലോക ഔലിയ അസോസിയേഷന്റെ മെമ്പറാണ് കാന്തപുരം. നിങ്ങൾ പറഞ്ഞല്ലോ അല്ലെ? കാന്തപുരം ഉസ്താദ് അഖില ലോക ഔലിയ അസോസിയേഷന്റെ മെമ്പറാണ്, ശൂറയിൽ അംഗമാണെന്നാ പറഞ്ഞത്. അപ്പൊ അഖില ലോക ഔലിയാക്കന്മാരാണ് ഓസിലാദം പെടും, റിഫായി ഷെയ്ഖ് പെടും, ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി തങ്ങൾ പെടും, അമ്പറും തങ്ങൾ പെടും, എല്ലാവരും പെടും, ഹാജാ തങ്ങൾ പെടും. അവർ ഉൾക്കൊള്ളുന്ന ശൂറയിലെ മെമ്പറാണ് കാന്തപുരം. അപ്പൊ നമ്മൾ ചോദിച്ചു, അൽഹംദുലില്ലാഹ്, സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ സംസ്ഥാനത്തുനിന്ന് ഒരാൾ അങ്ങനെ ഇവ മരിച്ചുപോയ ഔലിയാക്കന്മാരുടെ ശൂറയിൽ പങ്കെടുക്കാൻ മാത്രം ദർജയുള്ള ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. കാരണം നമുക്ക് ചോദിക്കാലോ ഓസുല വന്നവർ ഇന്നത്തെ ഹാനെന്നൊക്കെ നമുക്ക് ചോദിക്കാലോ. എന്നിട്ട് മുമ്പനൊക്കെയാണ് ഒരു മർക്കട്ടികളല്ല ഓസുലാകുന്നവരും പറയും അവ മുടിനെ നീളത്തിലുള്ള ചോദിക്കാം. അങ്ങനെയാണ് നമുക്ക് 2 സംശയം നമ്മൾ പറഞ്ഞു. അങ്ങനെ ഔലിയാക്കന്മാരോട് കൂടെയുള്ള ശൂറയിൽ കാന്തപുരം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയം ഞങ്ങൾക്കുണ്ട്. കാന്തപുരം ഔലിയാക്കന്മാരോട് കൂടെ മുശാവറിൽ പങ്കെടുത്ത ഒരു സ്ഥലത്തിന്റെ പേരും ഒരു ഡേറ്റും പറ. ഇന്നൊരു ഡേറ്റും ആ സ്ഥലം കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നത് വരെ ഇത് ഞങ്ങൾ പറയും. നമുക്ക് മാത്രമല്ല ഹബീബായ നബി തങ്ങൾ മർക്കസിലേക്ക് ആളെ പറഞ്ഞയക്കുന്ന ആളാണെന്ന രൂപത്തിൽ പച്ചക്കളവിൽ പലതും പ്രചരിപ്പിച്ചു. അവസാനം പറഞ്ഞ് പടച്ചോന് വല്ലതും ചെയ്യണമെങ്കിൽ ഫുലാനോട് ചോദിക്കേണ്ടി വരുമെന്ന അർത്ഥത്തിലുള്ള പ്രസംഗങ്ങൾ വരെ നടന്നു. ഇന്നുവരെ തിരുത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുടെ കഥകൾ വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിന് തീരുമാനം ഉണ്ടാക്കണം. ഈ പകരയുടെ സ്വപ്നത്തിന് കടിഞ്ഞാണിടാഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അവസാനവും തീരുമാനം ഉണ്ടാക്കാൻ പേരോട് തന്നെ വന്നു. പേരോട് ചമ്മോട് ചോദിക്കുക, സ്വപ്നം കണ്ടോട്ടെ, എന്താ സ്വപ്നം കാണുന്നതിന് കുഴപ്പം മുമ്പന്നെ പറയട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ സ്വപ്നങ്ങൾ പലരും കാണാറുണ്ട്. ഞങ്ങളൊക്കെ കാണാറുണ്ട്. അതിനിപ്പോ നിങ്ങളെ സപ്പോർട്ടൊന്നും നമുക്ക് വേണ്ട. അതിന് കണ്ണാടേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വപ്നം കാണാന് അല്ലേ? സ്വപ്നം നമ്മളൊക്കെ കാണാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്വപ്നം നമ്മൾ വിമർശിച്ചത്? എന്താ ഈ സ്വപ്നം കണ്ടാൽ എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവും. സ്വപ്നം കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അന്തല്ലാത്ത സ്വപ്നം കാണരുതെന്നാ പറഞ്ഞത്. അത് ശരി, സ്വപ്നം കണ്ടോളി. പക്ഷെ ഇങ്ങനത്തെ തനിമാരില്ലാതെ സ്വപ്നം കാണാൻ അത് സമുദായത്തോട് പറയാ. എന്നുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ
ബിദ്അത്തുകാർ പരിഹസിക്കുക, അങ്ങനത്തെ സ്വപ്നം കാണരുത്. നമ്മളെ വിട്ടില്ല, പിന്നാലെ കൂടി ഇതിന് തീരുമാനം ഉണ്ടാക്കണം, സ്വപ്നത്തിന് തീരുമാനം ഉണ്ടാക്കണം. അവസാനം അവരെ കൊണ്ട് അല്ലാഹു തീരുമാനം ഏൽപ്പിച്ചു. എന്താ തീരുമാനം? ഈ സ്വപ്നം കണ്ട പകരനെ ഞങ്ങൾ അറിയൂല, പകരയുമായി ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പേരോടിനെ കൊണ്ട് പ്രസരിപ്പിച്ചത് SKSSFന്റെ കഴിവാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പകരനെ അറിയില്ല പറയട്ടെ. ഏത് ഉസ്താദിനെ ഇതിന്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട ചില സംഭവങ്ങളും ഒരു പണക്കിടിയിട്ടാണ് ഇവരുടെ കുറേ അഹ്സനിന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് നമ്മൾ വേണ്ടാത്ത പറഞ്ഞു. അഹ്സന് വേണ്ടാത്ത പറഞ്ഞതിനൊരു കുഴപ്പമില്ല. അഹ്സനിനെ പറഞ്ഞു എന്ന് പറഞ്ഞ നമുക്കപ്പ കുഴപ്പം സൈക്ക് തന്നെ. ഞാൻ പറയാ ഏത് ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് ഞാനെന്ന് പറഞ്ഞോ? അതില്ല, AP ഉസ്താദ് പറഞ്ഞില്ല, പക്ഷെ പകരം പറഞ്ഞിട്ടുണ്ട്. AP ഉസ്താദ് തിരിച്ചിട്ടില്ല, അതാണ് വിഷയം. ഏത് ഉസ്താദ് പറയുന്നതാണോ? അത് നമുക്കറിയില്ല. അറിയത്തിൽ നമ്മൾ ഇടപെടണ്ടല്ലോ. മൂപ്പർ ചോദിക്കുക AP ഉസ്താദ് പറയിച്ചതാണ്, ആവാം സാധ്യത ഉണ്ട്, അയ്മ നിന്നാ മതി, മോനെ കുറച്ചുകൂടി ഇപ്പുറത്തിട്ട്. ഏത് ഉസ്താദ് പറയുന്നതാണോ? ഏത് ഉസ്താദ് പറഞ്ഞോ? ആരോ ഒരാള് എവിടെയോ സ്വപ്നം കണ്ടിരുന്നു, എവിടുന്നോ പറഞ്ഞിരുന്നു. ഏത് ഉസ്താദ് ഉത്തരവാദിയാവോ? അങ്ങനെ നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ പറ്റൂല. എന്താ പറഞ്ഞത്? ആരോ ഒരാൾ എവിടുന്നോ സ്വപ്നം കണ്ടേന്, എവിടുന്നോ പറഞ്ഞേന് AP ഉസ്താദ് ഉത്തരവാദിയാകോ? ആരോ ഒരാളല്ല, മലപ്പുറം ജില്ലയിലെ വൈലത്തൂരിനടുത്ത പകരയിൽ താമസിക്കുന്ന മുഹമ്മദ് ഹസനി ശാരിയൊക്കെ 100 ചില്ലാനം കുട്ടികൾക്ക് ദർസ് നടത്തുന്നു. കാന്തപുരത്തിന്റെ മുഹിബാണ്. ഇനി കാന്തപുരത്തിന്റെ ജീവാത്മാവ് പരമാത്മാവുമായ കാന്തപുരത്തെ കാണുന്ന ആളാണ്. ആ പകര ഹസനിയാണ് സ്വപ്നം കണ്ട വിവരം പറഞ്ഞിട്ടുള്ളത്. അയാളെ തള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ എവിടുന്നോ ഒരാൾ സ്വപ്നം കണ്ടതാണെന്ന് അങ്ങനൊന്നും പൊന്നാ പേരോട് ഉസ്താദ് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. അതിന് മാത്രം ബാധ്യത ഇയാൾ ഇവിടെ ഉണ്ടാക്കി തീർച്ചിട്ടുണ്ട്. എന്നിട്ട് ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇയാൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എല്ലാ വിഷയം അങ്ങനെ തന്നെ. ഉണ്ടായാലും ഇല്ലെങ്കിലും ഉണ്ടായാലും ഇല്ലെങ്കിലും ഏതായാലും ഇതിലൊന്നും ഇവർക്ക് ഈ മുടിന്റെ വിഷയത്തിൽ ഇവർക്ക് ആർക്കും വിശ്വാസമില്ല. നൗഷാദ് ഹസനിക്കില്ല, പത്തപ്രിയത്തിനില്ല, വഹാബ് സഖാഫിക്കില്ല, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജിഷാനില്ല, രാമന്തലിക്കില്ല, പൊന്മളക്കില്ല, പേരോടില്ല, APക്ക് തീരിയില്ല. അയാളേക്കും മർക്കസിലുള്ള മുടിക്ക് കാന്തപുരത്തിന് വിശ്വാസമില്ല എന്നതിന് തെളിവിച്ചാൽ ഞാൻ അവളെ കാണിക്കും. എങ്ങനെ കിട്ടിയെന്നല്ലേ, അത് സമസ്തന്റെ കറാമത്താന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പലതും നമ്മളെടുത്ത് കിട്ടിയിട്ടുണ്ട്. പലതും പുറത്ത് വിടാനുണ്ട്. എല്ലാം പുറത്ത് വിടാൻ പാടില്ലല്ലോ. രോഗത്തിനനുസരിച്ചല്ലേ നമ്മൾ ചികിത്സയും മരുന്നൊക്കെ കൊടുക്കുക അല്ലെ. രോഗത്തിന് കൂടുതൽ മരുന്നിന്റെ ഡോസ് കൂടും കുറെയൊക്കെ ചെയ്യും. ഇൻഷാല്ലാഹ് സൗകര്യം പോലെ പറയാം. ഏതായാലും ഇരിക്കട്ടെ, ഇപ്പൊ നമുക്കൊരു പുതിയ വിവാദം ഇവിടെ വന്നിട്ടുണ്ട്. എന്താ പുതിയ വിവാദം? പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുടിയെ വിമർശിക്കുന്നു, സനദിനെ വിമർശിക്കുന്നു. നമുക്ക് വലിയൊരു ആശ്വാസമായി. അത് നമ്മളൊരു പ്രതിപക്ഷമായി